Good evening, all. നമ്മൾ ഇന്ന് നഴ്സിംഗ് ലാബിന്റെ പുതിയൊരു സെഷനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പേര് രേഷ്മ. ഞാൻ നഴ്സിംഗ് ലാബിന്റെ ഒരു ഫാക്കൽറ്റിയാണ്. MSc സൈക്കാട്രി ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കാലിക്കറ്റിൽ നിന്നാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള DHS, DME എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്, എയിംസ്, RRB അങ്ങനെയുള്ള നിരവധി എക്സാംസിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഇനി വരുന്ന എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാം എല്ലാവരും പുതിയ ഈ ഒരു 2022 നമ്മൾ ഒരുപാട് എക്സാംസ് പ്രതീക്ഷിക്കുന്നുണ്ട്. DSSB, ESIC, RRB, അതുപോലെ തന്നെ 2022 നോർസെറ്റ്, എയിംസ് എക്സാംസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നഴ്സിംഗ് ട്യൂട്ടർ എക്സാം, അസിസ്റ്റന്റ് പ്രൊഫസർ. അപ്പൊ ഈ എക്സാംസിന് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഒരു എക്സാം വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ നല്ലത് നമ്മൾ കീപ്പ് ഓൺ ഡൂയിങ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചു പേർക്ക് ഇപ്പൊ DHS, DME എക്സാം കഴിഞ്ഞു, കുറച്ചു പേര് DHS ലിസ്റ്റിലൊക്കെ വന്നു, കുറച്ചു പേർക്ക് നല്ല എക്സാം ആയിരുന്നു DME, കുറച്ചു പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, അങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ കിട്ടി. എന്നിരുന്നാൽ പോലും 2022 നമ്മൾ ഒരുപാട് എക്സാംസ് നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ എന്ത് ചെയ്യാം, എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ 2022 ഒരു ഗവൺമെന്റ് ജോബ് എന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി വർക്ക് ഹാർഡ്. ഓക്കെ, നമ്മുടെ നഴ്സിംഗ് ലാബ് മിഷൻ 2022 ഭാഗമായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് 1 ഇയർ ബാച്ച് ആണിത്. അപ്പൊ ഇതില് നമ്മളിപ്പം എക്സ്പെക്ട് ചെയ്യുന്ന എക്സാംസ് ശ്രീചിത്ര, DSSB, ESIC, റെയിൽവേ, എയിംസ്, അപ്പൊ ഇങ്ങനെ നഴ്സിംഗ് ട്യൂട്ടർ എക്സാംസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എക്സാംസിന് വേണ്ടിയിട്ടൊക്കെയുള്ള നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നഴ്സിംഗ് ലൈവ്. ഇതില് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലൈവ് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും മിനി ടെസ്റ്റ് സീരീസസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ്, അപ്പൊ അങ്ങനെയുള്ള മാക്സിമം MCQs നമ്മൾ അതിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡഡ് വീഡിയോസ് ഓഫ് ലൈവ് ക്ലാസ്സസ് ക്യാൻ ആക്സസ് അപ് ടു ദ എക്സാം. അപ്പൊ നമ്മുടെ നഴ്സിംഗ് ലൈവിന്റെ ആപ്പ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാനും നിങ്ങളുടെ ഡൗട്ട്സ് കൺസേൺഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനോട് ചോദിക്കാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അതിലുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് മോഡൽ ടെസ്റ്റ് സീരീസ് ഫോർ ഈച്ച് എക്സാംസ് വിത്തൗട്ട് എ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒരുപാട് മോഡൽ ടെസ്റ്റ് സീരീസ്, ഇപ്പൊ എയിംസ് നോർസെറ്റ് ടെസ്റ്റ് സീരീസ്, PSC ട്യൂട്ടർ, അതുപോലെ തന്നെ ഓരോ എക്സാംസ് വരുമ്പം അതിന്റെ കൺസേൺ രീതിയിലുള്ള ടെസ്റ്റ് മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ സിസ്റ്റം വൈസ് ടെസ്റ്റ് സീരീസ്, ഇപ്പം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണെങ്കിൽ അതിന്റെ ഓരോ സിസ്റ്റം വൈസ് നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്യും. അതിൽ മാക്സിമം MCQs ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള DHS, DME, നമ്മുടെ സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ ഒക്കെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ മിനി ടെസ്റ്റ് സീരീസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് MCQ ഡിസ്കഷൻ സെഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നഴ്സിംഗ് ലൈവിന്റെ ആപ്പ്, അതിലൂടെ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ്, ആപ്റ്റിറ്റ്യൂഡ്, GK, കറന്റ് അഫയേഴ്സ്. അപ്പൊ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് ഒരു 20% ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ നല്ല ആപ്റ്റിറ്റ്യൂഡ്, GK, കറന്റ് അഫയേഴ്സ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മിഷൻ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട സ്വപ്നം പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന നിങ്ങളെ നന്നായിട്ടൊന്ന് എനേബിൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും നഴ്സിംഗ് ലൈവിന് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കോൺടാക്ട് നമ്പർ ഇതാണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിന് റിഗാർഡിംഗ് ആയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം.
നമ്മളിവിടെ ഒരു 50 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൈക്കാട്രിക് ഏരിയയിൽ നിന്നുള്ള ഒരുപാട് പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇനിയും അപ്കമിങ് എക്സാംസിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So the first question, who coined the term psychiatry? So this is very, very important in psychiatry. So who coined the term psychiatry? So the options are Johann Christian Reil, Philippe Pinel, Clifford Beer, and Benjamin Rush. So these are the 4 options. So what may be the answers? ആരായിരിക്കും psychiatry എന്ന word coin ചെയ്തത്? Who coined the term psychiatry? You can contribute your answers. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. So who coined the term psychiatry? So answers വരുന്നുണ്ട്. എല്ലാവരും തന്നെ പറഞ്ഞത് ഓപ്ഷൻ എ ആണ്, Johann Christian Reil. So your answers are correct. So Johann Christian Reil in 1808 who coined the term psychiatry. നമ്മുടെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. Philippe Pinel. So he is known as the father of modern psychiatry. കാരണം എന്തുകൊണ്ടാണ് ഫിലിപ്പി പീനലിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി എന്ന് പറയുന്നത്? ബിക്കോസ് he introduced a concept that release from chain. അതായത് പണ്ട് നമുക്കറിയാം സൈക്യാട്രി പേഷ്യൻസിനെയൊക്കെ വളരെ ഒരു തീരെ മാനുഷിക പരിഗണന ഇല്ലാതെയാണ് അവരെ ട്രീറ്റ് ചെയ്തത്, അല്ലെ? അവരെ രജിസ്റ്റർ അല്ലെങ്കിൽ ചെയിനിലിടുക, അല്ലെങ്കിൽ ചങ്ങലിക്കിടുക, അല്ലെങ്കിൽ അവര് ഒരു ഒരു മോശമായ രീതിയിലായിരുന്നു അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരു സൈക്കാട്രിക് സെറ്റപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. വളരെ നല്ലൊരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലാണ് നമ്മൾ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. പക്ഷെ എന്നാല് പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അതിനെതിരെ, അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഒരു ഹ്യൂമെയിൻ പേഷ്യന്റിനെ കുറച്ചും കൂടി മനുഷ്യത്വപരമായിട്ട് നമ്മൾ സൈക്കാട്രിക് പേഷ്യൻസിനെ കൺസിഡർ ചെയ്യണം, അവരെ നമ്മൾ കെയർ ചെയ്യണം എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, റിലീസ് ഫ്രം ചെയിൻ എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫിലിപ്പി പീനലാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റ് പിൽക്കാലത്ത് ഈ ഒരു കോൺസെപ്റ്റ് ആണ് മോറൽ തിയറി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഫിലിപ്പി പീനലിനെ ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെഞ്ചമിൻ റഷ്, സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രി. Then Clifford Beer. So Clifford Beer എന്ന് പറയുന്നത് ഈ വ്യക്തി അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന ഒരു കോൺസെപ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തത് ആരാണ്? ക്ലിഫോർഡ് ബിയർ. അപ്പം നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ക്ലിഫോർഡ് ബിയർ, അപ്പൊ ആ വ്യക്തിയാണ് മെന്റൽ ഹെൽത്ത് എന്ന ഒരു കോൺസെപ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എഴുതിയ ആദ്യത്തെ ബുക്കാണ് ദ മൈൻഡ് ദാറ്റ് ഫൗണ്ട് ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എനി ഡൗട്ട്സ്? Okay. So the second question, that is, who is first psychiatric nurse? Who is sorry, and answer also അതിന്റെ കൂടെ തന്നെ വന്നു പോയി. എന്നാലും ശ്രദ്ധിക്കുക, who is first psychiatric nurse? വില്യം വുഡ്, ലിഡിയ ഹോൾ, ലിൻഡ റിച്ചാർഡ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അപ്പൊ നമുക്കറിയാം ആരാണ്? ഓൾറെഡി ആൻസർ ഇവിടെ ഉണ്ട്. ദാറ്റ് ഇസ് ആൻസർ സി, ദാറ്റ് ഇസ് ലിൻഡ റിച്ചാർഡ്. ലിൻഡ റിച്ചാർഡ് ആണ് നമ്മുടെ ഫസ്റ്റ് സൈക്കാട്രിക് നഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് നെക്സ്റ്റ് ഇസ് വില്യം വുഡ്. സോ ഹി ഈസ് ദ ഫാദർ ഓഫ് സൈക്കോളജി, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലിഡിയ ഹോൾ. സോ ഈ ക്വസ്റ്റ്യൻ, ഈ എൽ ഹോൾ, ലിഡിയ ഹോളിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് DME എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് who introduces the concept of നഴ്സിംഗ് പ്രോസസ് എന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ അതിൽ അവർ തന്നിരുന്ന ഓപ്ഷൻ ലിഡിയ ഹോളിന് പകരം എൽ ഹോൾ എന്നാണ് തന്നിരുന്നത്. കറക്റ്റ് ആണ്, ലിഡിയ ഹോൾ. സോ ഷീ ഇൻട്രൊഡ്യൂസസ് ദ കോൺസെപ്റ്റ് നഴ്സിംഗ് പ്രോസസ് എന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിഡിയ ഹോൾ ആണ് ഇൻ 1955. മറന്നു പോവരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. Then Florence Nightingale, that we know that the pioneering of or the founder of nursing,
already with the lamp. Okay. So next we can move to the third question. Okay. The third question, that is, to diagnose double depression, the patient must have a primary diagnosis of which of the following disorder? The question ശരിക്കും വായിച്ചു നോക്കുക. To diagnose double depression, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും ആ ഒരു പേര്, ഇല്ലെങ്കിൽ നോക്കാം നമുക്ക് എന്താണെന്ന്. ഡബിൾ ഡിപ്രഷൻ is the patient must have primary diagnosis of which of the following disorder. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഡബിൾ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഡയഗ്നോസിസ് ഉള്ള ഒരു പേഷ്യന്റിനാണ് കൂടുതലും അല്ലെങ്കിൽ ഡബിൾ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ? എ, റെക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ, ബി, സൈക്ലോതൈമിയ, സി, ഡിസ്തൈമിയ, ആൻഡ് ഡി, റെക്കറന്റ് ബ്രീഫ് ഡിപ്രഷൻ. സോ വി ക്യാൻ ഗെസ് യുവർ ആൻസേഴ്സ്. Recurrent depressive disorder, cyclothymia, dysthymia, and recurrent brief depression. Okay, answer A പറയുന്നുണ്ട് കുറച്ച് ആൾക്കാര്. ആൻസർ ബി ഉണ്ട്, ആൻസർ സി ഉണ്ട്. എല്ലാ ആൻസേഴ്സും പറയുന്നുണ്ടല്ലോ. പിന്നെ എനി അതർ ആൻസേഴ്സ്? ഓക്കെ, മിക്സപ്പ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. എ, ബി, സി എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്ന്. ഡിസ്തൈമിയ. ഓക്കെ, സോ വാട്ട് ഇസ് ബിഫോർ നമ്മുടെ ആൻസർ ഏതാണ്? ഡിസ്തൈമിയ. അതിനു മുമ്പ് നമുക്ക് നോക്കാം എന്താണ് റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ. ഈ റിക്കറന്റ് ഡിപ്രസീവ്, okay, A, B, C. Okay, so anyway our answer is C, dysthymia. So recurrent depressive disorder, cyclothymia, dysthymia, recurrent brief depression. So ഈ disorders ഒക്കെ വരുന്നത് ഏതാണ്? All these disorders comes under mood disorder. നമ്മുടെ mood disorderന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ പറയുന്ന എല്ലാ ഡിസോർഡേഴ്സും. അപ്പൊ ആദ്യം തന്നെ റെക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ. എന്താണ് ഈ റെക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ? ഇപ്പൊ പേഷ്യന്റിന് റിപ്പീറ്റഡ് ആയിട്ട് എന്താണ് ഡിപ്രഷൻ വരും, അല്ലെങ്കിൽ പേഷ്യന്റിന് റെക്കറന്റ് ആയിട്ട് അല്ലെ റിപ്പീറ്റഡ് ആയിട്ട് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉണ്ടാവുകയാണ്. വിത്തൗട്ട് എനി എലിവേഷൻ ഓഫ് മൂഡ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി എപ്പിസോഡ് ഓഫ് മാനിയ. പേഷ്യന്റിന് ഓൺലി ഡിപ്രഷൻ എപ്പിസോഡ്സ് മാത്രമാണ്, അല്ലെങ്കിൽ പേഷ്യന്റിന് മാനിയ അല്ലെ ഹൈപ്പോമാനിയ അങ്ങനെ മൂഡ് എലിവേറ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നില്ല. അതായത് പേഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്രഷൻ ആണ്, മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് സിവിയർ ഡിപ്രഷന്റെ എപ്പിസോഡ്സ് മാത്രമാണെങ്കിൽ നമുക്ക് പറയാം ദ പേഷ്യന്റ് ഹാസ് റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. അപ്പൊ നമ്മൾ അതിന് ഡ്യൂറേഷൻ പറയും. ഇപ്പൊ നമ്മൾ ഡ്യൂറേഷൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇഫ് ഇറ്റ് മോർ ദാൻ 6 months, ഇപ്പം ഡിപ്രഷന്റെ ഒരു എപ്പിസോഡ് മോർ ദാൻ 6 months റിപ്പീറ്റ് ആയിട്ട് പേഷ്യന്റിന് വരികയാണെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം പേഷ്യന്റിന് എന്താണ് റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ ആണെന്ന്. ദെൻ അടുത്തത് എന്താണ്? സൈക്ലോതൈമിയ ആൻഡ് ഡിസ്തൈമിയ. ഈ സൈക്ലോതൈമിയ ആൻഡ് ഡിസ്തൈമിയ, സോ ഈ രണ്ട് ഡിസോർഡേഴ്സും വരുന്നത് ഏത് ക്ലാസിഫിക്കേഷന്റെ അണ്ടറിലാണ്? പെർസിസ്റ്റന്റ് അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡർ. പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡറിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് ഡിസോർഡേഴ്സ് ആണ് സൈക്ലോതൈമിയയും ഡിസ്തൈമിയയും. ഇപ്പൊ പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡറിൽ വരുന്ന അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ദീസ് ഡിസോർഡേഴ്സ് ആർ പെർസിസ്റ്റന്റ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ്. പെർസിസ്റ്റന്റ് ആണ്, എന്നാൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അത് മാറി മാറി വരാം അതിന്റെ സിംറ്റംസ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് എന്താണ്? സൈക്ലോതൈമിയ. സൈക്ലോതൈമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന് മൈൽഡ് ഡിപ്രഷനും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ മൈൽഡ് ഡിപ്രഷൻ പ്ലസ് മൈൽഡ് ഹൈപ്പോമാനിയ അല്ലെങ്കിൽ മൈൽഡ് ഇലേഷൻ ഓഫ് മൂഡ്. മൈൽഡ് ഡിപ്രഷൻ വിത്ത് മൈൽഡ് ഇലേഷൻ ഓഫ് മൂഡ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അഡൽട്ടിലാണെങ്കിൽ ഇറ്റ് ഇസ് ലാസ്റ്റ് ഫോർ 2 years, ചൈൽഡില് അല്ലെങ്കിൽ അഡോൾസെൻസിലാണെങ്കിൽ ഇറ്റ് ലാസ്റ്റ് ഫോർ 1 year. അതാണ് നമ്മൾ അതിന്റെ ഒരു ഡ്യൂറേഷൻ പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്താണ് മൈൽഡ് ഡിപ്രഷനും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഹൈപ്പോമാനിയ അല്ലെങ്കിൽ മൈൽഡ് എലിവേഷൻ ഓഫ് മൂഡും ഉണ്ട്. മോർ ദാൻ 2 years ആണ് ഒരു അഡൾട്ടിനെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം പേഷ്യന്റിന് സൈക്ലോതൈമിയ ആണ്. ഓക്കെ,
അല്ലെങ്കിൽ അത് ലെസ് ദാൻ 2 ഇയർ അല്ലെങ്കിൽ 1 ഇയർ ആണ് ഒരു അഡോൾസെന്റിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ 1 ഇയർ ആണെങ്കിൽ നമുക്ക് പറയാം അത് സൈക്ലോതൈമിയ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ അഡൾട്ടില് 2 ഇയറും ചൈൽഡില് 1 ഇയറും ആണ്. അതുപോലെ തന്നെ ഡിസ്തൈമിയ മീൻസ് വാട്ട്? ഡിസ്തൈമിയ എന്ന് പറഞ്ഞാല് എന്താണ്? മൈൽഡ് ഡിപ്രഷൻ. പേഷ്യന്റിന് ഓൺലി മൈൽഡ് ഡിപ്രഷൻ മാത്രമാണ്. ആ ഡിപ്രസീവ് എപ്പിസോഡ് മാത്രമായിരിക്കും പേഷ്യന്റിന് ഉണ്ടാവുക. അതിന്റെ ഇടയിൽ there is no episode of hypomania, mild elevation, mania ഒന്നും ഉണ്ടാവില്ല. പേഷ്യന്റിന് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ 2 ഇയർ ആണ് അഡൾട്ടിന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടത്. ഇപ്പൊ 2 ഇയറും പേഷ്യന്റിന് എന്താണ്? മൈൽഡ് ഡിപ്രഷന്റെ സിംറ്റംസ് മാത്രമായിരിക്കും പേഷ്യന്റ് കാണിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഡിസ്തൈമിയ. ഓക്കെ, ദെൻ റെക്കറന്റ് ബ്രീഫ് ഡിപ്രഷൻ. റെക്കറന്റ് ബ്രീഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പേഷ്യന്റിന് ഇടയ്ക്കിടയ്ക്ക് എന്താണ്? ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉണ്ടാവും. ഇപ്പൊ ഒരു വർഷത്തില് ഒരു 6 to 12 എപ്പിസോഡ്സ് ഒക്കെ ചിലപ്പോൾ പേഷ്യന്റിന് ഉണ്ടാവാം. ഒരു വർഷത്തില് 6 to 12 എപ്പിസോഡ്സ് ഒക്കെ പേഷ്യന്റിന് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ ചില എപ്പിസോഡ്സ് ഇപ്പൊ ഒരു പേഷ്യന്റിന് ഡിപ്രഷന്റെ കുറച്ച് സിംറ്റംസ് പേഷ്യന്റ് എക്സിബിറ്റ് ചെയ്തു. ചില കേസിൽ അതെന്താണ്? ഒരു 16 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 14 ഡേയ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ 14 ദിവസം വരെ ആ ഒരു ഡിപ്രഷന്റെ സിംറ്റംസ് വരാം. അതിനുശേഷം പേഷ്യന്റ് എന്താ? ബാക്ക് ടു നോർമൽ. പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒക്കെ നോർമൽ ആവും. പിന്നെ പേഷ്യന്റ് കുറച്ച് നാൾ കഴിഞ്ഞ് എഗെയിൻ സെയിം സിംറ്റംസ് പേഷ്യന്റ് എന്താണ് വരാം. അതും ഒരു ചിലപ്പോൾ ഒരു 12 ഡേയ്സ് അങ്ങനെ ഒരു ഡ്യൂറേഷൻ ആണ്. അപ്പൊ ചില കേസില് അക്യൂട്ട് ആയിട്ടുള്ള സിംറ്റംസ് വരാം. അതായത് ചില കണ്ടീഷനിൽ ചിലപ്പോൾ ഒരു 4 ദിവസം മുതൽ 5 ദിവസം വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ടാവും. അതിനുശേഷം പേഷ്യന്റ് എന്താവും? ബാക്ക് ടു നോർമൽ, പഴയ പോലെയാവും. പക്ഷെ നമ്മള് ഈ റിക്കറന്റ് ബ്രീഫ് ഡിപ്രഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചില കേസിൽ 14 ദിവസം, ചില കേസിൽ 16 ദിവസം, 12 ദിവസം, അതല്ലാതെ ഇപ്പൊ 5 to 7 ഡേയ്സ് അങ്ങനെ ഷോർട്ട് ഡ്യൂറേഷൻ വരുന്ന കേസിൽ സിംറ്റംസ് വളരെ സിവിയർ ആയിരിക്കും. അപ്പൊ ആ കേസിൽ അവർക്ക് സിവിയർ ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കാം, സൂയിസൈഡൽ ഐഡിയേഷൻസ് ഒക്കെ ഉണ്ടാവാം, സിവിയർ ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കാം. ഇതില് ഈ റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡറും റിക്കറന്റ് ബ്രീഫ് ഡിപ്രസീവ് ഡിസോർഡറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാല്, നമ്മൾ പറഞ്ഞു റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡറിലാണെങ്കിൽ പേഷ്യന്റിന്റെ ഡിപ്രഷൻ മാത്രമായിരിക്കും. പക്ഷെ റിക്കറന്റ് ബ്രീഫ് ഡിപ്രഷനിലാണെങ്കിൽ പേഷ്യന്റ് ഡിപ്രഷന് വരാം. ചില കേസിൽ എന്താണ്? ഹൈപ്പോമാനിയ ഉണ്ടാവാം. ചില കേസിൽ പേഷ്യന്റ് ഹൈപ്പോമാനിയയുടെ സിംറ്റംസും കാണിക്കാം. ഓക്കെ, സോ ദീസ് ആർ റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ, സൈക്ലോതൈമിയ ആൻഡ് ഡിസ്തൈമിയ, ദെൻ റിക്കറന്റ് ബ്രീഫ് ഡിപ്രഷൻ. മനസ്സിലായല്ലോ? ഇനി ഡബിൾ ഡിപ്രഷൻ എന്താണെന്ന് നോക്കാം. Double depression refers to an episode of a major depression in an patient with dysthymia. അതായത് ഡിസ്തൈമിയ ഉള്ള ഒരു പേഷ്യന്റിന് മേജർ ഡിപ്രഷനും കൂടി വരികയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് ഡബിൾ ഡിപ്രഷൻ. മാറിപ്പോവരുത്, തെറ്റിപ്പോവരുത്. ഓക്കെ, ഇപ്പൊ ഡിസ്തൈമിയ ഉള്ള ഒരു പേഷ്യന്റിന് ഡിസ്തൈമിയ പ്ലസ് മേജർ ഡിപ്രഷൻ ആണെങ്കിൽ we will call it as double depression. നമ്മൾ ഓൾറെഡി അതിന്റെ ക്രൈറ്റീരിയ പറഞ്ഞു. Then dysthymic patient complains that they have always been depressed since childhood or adolescence. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്തൈമിക് ആണെങ്കിൽ അതിന്റെ അഡൾട്ടിലാണെങ്കിൽ 2 ഇയറും ചൈൽഡിലാണെങ്കിൽ 1 ഇയറും ആയിരിക്കും. അപ്പൊ ഈ പേഷ്യൻസ് അവരെ നമ്മൾ ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അവര് നമ്മളോട് പറയാം ചെറുപ്പം മുതലേ അവർക്ക് ഇങ്ങനെ ഡിപ്രഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സിൻസ് ദർ ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസിൽ അവർക്ക് ആ എന്താണ് പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാം. ദെൻ അതിന്റെ ഒരു കണക്കാണ് എസ്റ്റിമേറ്റഡ് ദാറ്റ് നിയർലി 40% ഓഫ് പേഷ്യൻസ് വിത്ത് മേജർ ഡിപ്രഷൻ ആക്ച്വലി ഹാവ് എ ഡബിൾ ഡിപ്രഷൻ. അപ്പൊ മേജർ ഡിപ്രഷൻ ഉള്ള ഒരു 40% വ്യക്തികൾക്കും ഡബിൾ ഡിപ്രഷൻ ഉണ്ട്. പിന്നെ പ്രോഗ്നോസിസ് ഈസ് പുവർ ഇൻ ഡബിൾ ഡിപ്രഷൻ. ഇപ്പൊ ഡബിൾ ഡിപ്രഷനിലെ പ്രോഗ്നോസിന്റെ ക്യൂർ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. Then fourth one is excuse me. Okay. Fourth one is all are the components of mental health except ability to accept self, capacity to feel right towards others, ability to fulfill life tasks, and dependency on others. So comment your answers. മൈൽഡ് ഹൈപ്പോമാനിയ എന്ന് വെച്ചാല് മൈൽഡ് ഇലേഷൻ ഓഫ് മൂഡ് ആണെങ്കിലാണ് നമ്മൾ അതിന് ഹൈപ്പോമാനിക് സിംറ്റംസ് എന്ന് പറയാം.
മൈൽഡ് ഇലേഷൻ ഓഫ് മൂഡ്. അപ്പൊ പേഷ്യന്റ് എന്താണ്, ഒരു ചെറിയ രീതിയിൽ ഒരു മൂഡ് എലിവേഷൻ ഉണ്ടാവും, പക്ഷെ പേഷ്യന്റ് കാം ആയിരിക്കും, പേഷ്യന്റ് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ആ ഒരു സ്റ്റേജ് ആണ്. ഒരു എന്താണ് ഭയങ്കരമായിട്ടൊരു എക്സാജുറേറ്റഡ് മൂഡിലേക്കൊന്നും പേഷ്യന്റ് പോവില്ല, അല്ലെ ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിട്ടോ അല്ലെ ഓവർ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഡെലൂഷൻസ് അങ്ങനെയൊന്നും പേഷ്യന്റിൽ ഉണ്ടാവില്ല. പേഷ്യന്റ് ഒരു സാധാരണ ഒരു ഹാപ്പിനെസ്സിൽ നിന്ന് കുറച്ചും കൂടി പേഷ്യന്റ് ഒരു കുറച്ചും കൂടി നല്ല ഒരു വെൽബീങ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൈൽഡ് ഇലേഷൻ ഓഫ് മൂഡിനാണ് നമ്മൾ ഹൈപ്പോമാനി എന്ന് പറയുന്നത്. ഏതാണ് ആൻസേഴ്സ്? കമന്റ് യുവർ ആൻസേഴ്സ്. ഓക്കെ, സി പറയുന്നുണ്ട്, ഡി ഉണ്ട്. എനിവേ ആൻസർ ഈസ് ഡി, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻസി ഓൺ അതേഴ്സ്. സോ ഓൾ അതർ ആർ ദ components of mental health. So what is mental health? Mental health എന്ന് പറഞ്ഞാൽ എന്താണ്? What is mental health? അപ്പൊ നമുക്ക് മെന്റലി, അതായത് ഒരു മെന്റൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു മെന്റലി ഹെൽത്ത് എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? ഒരു വ്യക്തിക്ക് കുഴപ്പമൊന്നുമില്ല, പേഷ്യന്റ് വളരെ ആക്റ്റീവ് ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി സോഷ്യലി വളരെ ഭയങ്കര സോഷ്യൽ ഒന്നും അല്ലാത്ത ഒരാള്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് നമ്മൾ മെന്റലി ഹെൽത്ത് ആണെന്ന് പറയാൻ പറ്റില്ല. സോ മെന്റലി ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു അഡ്ജസ്റ്റ് വിത്ത് സെൽഫ്, വിത്ത് അതേഴ്സ്, വിത്ത് എൻവയോൺമെന്റ്, വിത്ത് സൊസൈറ്റി ഇൻ എ ഫുൾ അല്ലെങ്കിൽ മാക്സിമം എഫക്റ്റീവ്നെസ് ആൻഡ് മാക്സിമം ഹാപ്പിനെസ്. നമ്മളോട് തന്നെ, അല്ലെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിനോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളോട് നമ്മൾ എത്രമാത്രം നന്നായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നു, എത്ര ഹാപ്പിനെസ് ആയിട്ട് പോകുന്നു, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെന്റൽ ഹെൽത്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മെന്റലി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ മെന്റലി ഹെൽത്തി ആയിട്ടുള്ളവര് അവർക്ക് അതിനകത്ത് വരുന്ന കമ്പോണൻസ് ആണ് എബിലിറ്റി ടു ആക്സെപ്റ്റ് സെൽഫ്, കപ്പാസിറ്റി ടു ഫീൽ റൈറ്റ് ടുവേർഡ്സ് അതേഴ്സ് ആൻഡ് എബിലിറ്റി ടു ഫുൾഫിൽ ലൈഫ് ടാസ്ക്. So these are the components of the mental health. The next is the National Mental Health Program, that is NMHP, was established in which year? So comment your answers. NMHP was established in which year? ഏത് വർഷമാണ് NMHP establish ചെയ്തത്? Comment your answers. 1912, 1982, 1949, 1927. So definitely they will ask for your competitive exams. ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കാരണം NMHP എന്ന് പറയുന്നത് നമ്മുടെ സൈക്കാട്രിക് മെന്റൽ ഹെൽത്ത് നഴ്സിൽ അല്ലെ സൈക്കാട്രിക് നഴ്സിംഗിലെ ഒരു വലിയൊരു നാഴികക്കല്ലാണ്. അപ്പൊ അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, കമന്റ് യുവർ ആൻസേഴ്സ്. A, any other answers? A, B, then C, B, B. Okay. Anyway, the answer is B, that is 1982. മറന്നു പോവരുത്, this is very very important. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് നഴ്സിംഗിന്റെ ഡെവലപ്മെന്റിൽ ഒരു വലിയ നാഴികക്കല്ലാണ് എന്ത്? നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്നത്, അല്ലേ? അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1982. അപ്പൊ അതായത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇപ്പൊ നമുക്കറിയാം പണ്ട് എന്താണ് ഹോസ്പിറ്റലില് പേഷ്യന്റിനെ പണ്ട് ഈ സൈക്കാട്രിക് അസൈലസിൽ അഡ്മിറ്റ് ചെയ്യുന്നു, അപ്പൊ അവരെ ടേക്ക് കെയർ ചെയ്യുന്നു. അപ്പൊ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു കെയർ കിട്ടുന്നു, അല്ലാതെ ചില ആൾക്കാർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എല്ലാവർക്കും എന്താണ് സൈക്കാട്രിക് കെയർ അല്ലെ മെന്റൽ ഹെൽത്ത് എന്നത് ഒരു ആക്സസബിൾ അല്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അവരുടെ ഒരു മീറ്റിംഗിൽ അവർ പറഞ്ഞു, ഓരോ രാജ്യത്തിനും അവരുടേതായ മെന്റൽ ഹെൽത്ത് സർവീസസ്, അതായത് സൈക്കാട്രിക് സർവീസസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസിലാണ് ഓരോ നേഷൻസും അവരുടേതായ എന്താണ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ആദ്യമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലാണ്. That is in 1982. Okay. Then 1912, that is important. Indian Lunacy Act was passed in 1912. Then 1949. So in 1949, there is lithium rediscovered by John F. Cade for use in treatment of mania. Here we can see that lithium rediscovered. Appo idinu mumbe eppoഴും endana lithium
ഡിസ്കവേർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് 1817 ആർഫുഡ്സൺ എന്ന വ്യക്തി, ആ വ്യക്തിയാണ് ഫസ്റ്റ് 1817 ആർഫുഡ്സൺ എന്ന വ്യക്തിയാണ് ഫസ്റ്റ് ലിഥിയം ഡിസ്കവർ ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ആ സമയത്ത് ഈ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗൗട്ട് ആൻഡ് സം കാർഡിയാക് സോൾട്ട്, കറക്റ്റിംഗ് സം സോൾട്ട് ഇംബാലൻസസ് ഇൻ ദ കാർഡിയാക് ഡിസോർഡേഴ്സ്. അതായത് അപ്പൊ ആ ഒരു സമയത്ത് ഈ ഗൗട്ടിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടും ഹാർട്ട് ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടും ഒക്കെ 1870 ആർഫുഡ്സൺ ആണ് ഫസ്റ്റ് ലിഥിയം ഡിസ്കവർ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ലിഥിയം യൂസ് ചെയ്തവരിൽ ഒരുപാട് ആൾക്കാരിലും എന്താണ് പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് കണ്ടു. അപ്പൊ അതുകൊണ്ട് അതിന്റെ യൂസ് എന്താണ് കാലക്രമേണ കുറച്ചു. അതിനുശേഷം 1949 ജോൺ ഓഫ് കെയ്ഡ് ആണ് എന്ത് ലിഥിയം റീഡിസ്കവർ ചെയ്തു. എന്താണ്? സോ ദിസ് ഡ്രഗ് വി ക്യാൻ യൂസ് ആസ് ദ ട്രീറ്റ്മെന്റ് ഫോർ മാനിയ. അപ്പൊ മാനിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് എന്താണ് ലിഥിയം യൂസ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഓഫ് കെയ്ഡ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ ആ സമയത്ത് എന്താണ് പറ്റിയത്? ആ സമയത്ത് ലിഥിയത്തിന് വേണ്ടത്ര എന്താണ് ഒരു അൺറെക്കഗ്നൈസ്ഡ് ടൈപ്പ്, അതായത് വേണ്ടത്ര രീതിയിൽ ക്ലിനിക്കലി അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അതിനുശേഷം പിന്നെയും 1957 മോർഗൻ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും എന്ത് ചെയ്തു? ലിഥിയം റീഡിസ്കവർ ചെയ്തു. അപ്പൊ റീഡിസ്കവർ ചെയ്തു. ആ സമയത്താണ് ലിഥിയത്തിന് കുറച്ചും കൂടി ഒരു പബ്ലിസിറ്റി കിട്ടി, നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം മാനിയയുടെ ഡ്രഗ് ആയിട്ട് ലിഥിയം ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ആരാണ്? ഇൻ 1949, ദാറ്റ് ഇസ് ജോൺ ഓഫ് കെയ്ഡ്. 1927 ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെന്റ് ഫോർ schizophrenia. Then 1987 Indian Mental Health Act. Then 1996 that is DMHP, that is District Mental Health Program. NMHP യുടെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു വലിയ ഒരു എന്താണ് അതിന്റെ ഒരു വലിയ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു നാഴികക്കല്ല് ആയി ഡെവലപ്പ് ചെയ്ത് വന്നതാണ് എന്താണ് ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. അപ്പൊ ആ സമയത്ത് ഹോസ്പിറ്റൽ അല്ലാതെ, അതായത് ഓരോ ജനറൽ ഹോസ്പിറ്റൽസിൽ സൈക്കാട്രിക് യൂണിറ്റ്സ് ഒക്കെ തുടങ്ങി. അപ്പൊ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ ഒരു സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ്മെന്റ് കിട്ടാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റി? കമ്മ്യൂണിറ്റി സെറ്റപ്പില് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, ഒരുപാട് ആൾക്കാർക്ക് എന്താണ് മെന്റൽ ഹെൽത്ത് സർവീസസ് അപ്പോഴും ആക്സസബിൾ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് ഹോസ്പിറ്റൽ കെയറിന് പകരം ഡോർ ടു സർവീസ്, അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ പ്രൈമറി കമ്മ്യൂണിറ്റി സെന്റേഴ്സിൽ വെച്ചിട്ട് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാം എന്നൊരു ഇനീഷ്യേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കർണാടകയിലെ ബെല്ലാരിയിലാണ് ഫസ്റ്റ് ഈ DMHP ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഇൻഹാൻസ് പോലുള്ള ഹോസ്പിറ്റലിൽ അത് ഇനീഷ്യേറ്റ് ചെയ്തു. അത് ഇനീഷ്യേറ്റ് ചെയ്ത ഇയർ ആണ് 1996. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ദ which level of prevention? That is primary prevention, secondary prevention, tertiary prevention and quaternary prevention. So mental health education എന്ന് പറയുന്നത് ഇതിൽ ഏത് ലെവൽ ഓഫ് പ്രിവെൻഷനിൽ പെടും? പ്രൈമറി, സെക്കൻഡറി, tertiary and quaternary prevention. So comment your answers. Comment your answers. ഇതിൽ ഏത് ലെവൽ പ്രിവെൻഷനിൽ വരാം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? B, okay. A, പിന്നെ any other answers? A, okay. A. അപ്പൊ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും A ആണ് പറയുന്നത്. So answer is A. നമുക്ക് നോക്കാം the levels of prevention. അപ്പൊ ഏതൊക്കെയാണ് നമുക്കറിയാം? പ്രധാനമായിട്ടും the levels of prevention. First one, that is primordial prevention. അപ്പൊ primordial prevention എന്ന് പറഞ്ഞാൽ എന്താണ്? So that is risk reduction. Primordial prevention എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് റിഡക്ഷൻ. അപ്പൊ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ആൾക്കാരിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പെർട്ടിക്കുലർ സൈക്കാട്രിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസീസസ് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ റിസ്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ദാറ്റ് ഇസ് റിസ്ക് റിഡക്ഷൻ ഈസ് ഇൻ പ്രിമോഡിയൽ പ്രിവെൻഷൻ. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഗവൺമെന്റ് റൂൾസ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഇംപ്ലിമെന്റേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ ടാക്സസ്, ഇപ്പം ഈ
എന്താണ് പറയുന്നത്, ടൊബാക്കോ യൂസസ് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് എന്താ ആൽക്കഹോൾ യൂസസ്, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻക്രീസ് ടാക്സസ് യൂസ് ടാക്സസ് കൂട്ടാം, ടാക്സേഷൻ ഇൻക്രീസ് ടാക്സേഷൻ ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് എന്ത് വരുന്നത്, പ്രിമോഡിയൽ പ്രിവെൻഷൻ അല്ലെങ്കിൽ റിസ്ക് ഡിക്രീസ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൈമറി പ്രിവെൻഷൻ. സോ പ്രൈമറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, പ്രിവെന്റിങ് ദ ഒക്കറൻസ് ഓഫ് ഡിസീസസ്. ഒരു ഡിസീസസിന്റെ ഒക്കറൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സൈക്കാട്രി സെറ്റപ്പിലാണെങ്കിൽ നമുക്ക് പ്രൈമറി പ്രിവെൻഷൻ എന്തൊക്കെ ചെയ്യാം, നമുക്ക് വേരിയസ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം അല്ലെ. കുട്ടികളെ നമുക്ക് അസസ് ചെയ്യാം, അവർക്ക് വേണ്ടി പേരൻസിന് ടീച്ചേഴ്സിനും ഒക്കെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കാം. ആന്റിനേറ്റൽ, ഇൻട്രാനേറ്റൽ, അതുപോലത്തെ പോസ്റ്റ് നേറ്റൽ കെയറുകൾ കൊടുക്കാം. അതുപോലെ തന്നെ ഫാമിലി എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, സൈക്കോ എഡ്യൂക്കേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എന്ത് വരിക, പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. ദെൻ സെക്കൻഡറി പ്രിവെൻഷനില്, സോ സെക്കൻഡറി പ്രിവെൻഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസിങ് മൈൽഡ് സിംറ്റംസ് ഓഫ് എനി സൈക്കാട്രിക് ഡിസോർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റിന് ഇപ്പൊ ഒരു ഡിപ്രഷന്റെ ഒരു ആഫ്റ്റർ ഡെലിവറി, ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഡിപ്രഷന്റെ കുറച്ച് സിംറ്റംസ് കാണിക്കുകയാണ്. ആ പേഷ്യന്റ് ഓൺസെറ്റ് ആണ്, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പേഷ്യന്റ് ആ ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓൺസെറ്റിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ പേഷ്യന്റിനെ ബാക്ക് ടു നോർമൽ, ആ ഒരു പ്രീമോർബിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഡിസീസ് ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക് ആ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ ഇന്റർവെൻഷൻസ് നമുക്ക് ചെയ്യാം, അതൊക്കെയാണ് എന്ത് സെക്കൻഡറി പ്രിവെൻഷനിലേക്ക് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഏർലി റെഫറൽ ചെയ്യാം പേഷ്യന്റിനെ, ഏർലി സ്ക്രീനിങ്, ഏർലി അസസ്മെന്റ്, ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, ഏർലി അസസ്മെന്റ്, നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം പേഷ്യന്റിനെ, റെഫറൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം, സ്ക്രീനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. അതൊക്കെയാണ് എന്ത് വരുന്നത്, സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. ദെൻ ടെറിഷറി പ്രിവെൻഷൻ. ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ടെറിഷറി പ്രിവെൻഷൻ? നമ്മൾ ഇതില് മാക്സിമം അതിന്റെ ഡിസബിലിറ്റീസ് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം എന്താണ്, വാട്ട് വി ആർ ഡൂയിങ് ഇൻ ടെറിഷറി പ്രിവെൻഷൻ, അതിന്റെ ഡിസബിലിറ്റീസ്, ഒരു ഡിസീസ് കൊണ്ടുണ്ടാവുന്ന ഡിസബിലിറ്റീസ് അല്ലെ അതിനെ കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അതിനെ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ടെറിഷറി പ്രിവെൻഷനിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, റീഹാബിലിറ്റേഷൻ സർവീസസ്. റീഹാബിലിറ്റേഷൻ മീൻസ് വാട്ട്, റീസ്റ്റോറേഷൻ ഓഫ് ദ ഹെൽത്ത്. ഇപ്പൊ നമ്മള് ഒക്യുപേഷണൽ റീഹാബിലിറ്റേഷൻ, ഇപ്പൊ നമ്മൾ പല സൈക്കാട്രി ഹോസ്പിറ്റൽസിൽ ഒക്കെ പോവുകയാണെങ്കിൽ, ഇപ്പൊ കുതിരവട്ട ആയാല്, അതുപോലെ തന്നെ ബാംഗ്ലൂർ നിംഹാൻസ് ഒക്കെ ആയാല്, നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഈ എന്താണ് ഒക്യുപേഷൻ തെറാപ്പിയുടെ തന്നെ വലിയൊരു യൂണിറ്റ് ഉണ്ടാവും. അപ്പൊ അവരുടെ നമ്മൾ എന്താണ്, അപ്പൊ ഒരു സ്കിസോഫ്രീനിയ പോലുള്ള ഒരു ക്രോണിക് സൈക്കാട്രിക് പ്രോബ്ലം വന്ന പേഷ്യന്റിനെ നമ്മൾ അവരുടെ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യുക, അവരെ നമ്മൾ മാക്സിമം ഡിസബിലിറ്റി കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി റിലാപ്സിലേക്ക് പോവാതെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതുപോലത്തെ ഉള്ള എന്താണ് ഒക്യുപേഷണൽ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പീസ് കൊടുത്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പല സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ ആൽക്കഹോൾ അനോണിമസ്, അതുപോലെ തന്നെ മരിഞ്ച്വാനയുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, കൊക്കൈൻ യൂസിന്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അതുപോലത്തെയുള്ള ഇതുപോലെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളവരെ റിലാപ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് പല സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായിട്ടും അവരെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതൊക്കെ എന്താണ്, അതൊക്കെ ടെറിഷറി പ്രിവെൻഷനിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ദെൻ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ക്വട്ടേനറി പ്രിവെൻഷൻ. സോ വാട്ട് ഈസ് ക്വട്ടേനറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് പ്രിവെന്റ് ദ ഓവർ മെഡിക്കലൈസേഷൻ. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ്, ഇപ്പൊ സിവിയർ സൈക്കാട്രിക് ഇൽനെസ് അല്ലെങ്കിൽ സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ്, അപ്പൊ ആ പേഷ്യന്റിന് നമ്മൾ ആവശ്യമില്ലാതെ ചില കേസിൽ നമ്മൾ എന്താണ് അൺനെസസറി ആയിട്ട് ചില ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ പുതിയൊരു എന്താണ് ഒരു തെറാപ്പി നമ്മൾ അല്ലെങ്കിൽ പുതിയൊരു ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പൊ ചില കേസിൽ ഈ പേഷ്യന്റിന് നമുക്ക് ഇത് ഇന്റർവെൻഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെ ഈ തെറാപ്പി നമുക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ പേഷ്യന്റിന്റെ നീഡ് അല്ലാത്ത കേസിൽ പേഷ്യന്റിന് നമ്മൾ ചില തെറാപ്പീസ് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെ ചില മെഡിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ക്വട്ടേനറി പ്രിവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് പ്രിവെൻഷൻ ഓഫ് ഓവർ മെഡിക്കലൈസേഷൻ.
ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷന് ഉചിതമല്ലാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഇന്റർവെൻഷൻസോ പുതിയ തെറാപ്പീസോ ഒക്കെ പേഷ്യന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് ക്വാട്ടർണറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ദീസ് ആർ the levels of prevention: primordial, primary, secondary, tertiary. യൂഷ്വലി നമ്മൾ ടെർഷറി വരെയാണ് പറയാറ്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം quaternary prevention എന്ന് പറഞ്ഞ് അതും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് quaternary prevention എന്ന് പറഞ്ഞാൽ ഓവർ മെഡിക്കലൈസേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. ഓക്കെ, മനസ്സിലായോ? The next question is, all are international mental health agencies except. So all are the international mental health agencies except WHO, UNESCO, WFMH, UNICEF. ഇതിൽ ഏതാണ് മെന്റൽ ഹെൽത്ത് ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് ഏജൻസീസ് അല്ലാത്തത് ഏത്? So comment your answers. Comment your answers. അതായത് സെക്കൻഡറി റീഹാബിലിറ്റേഷൻ. ഇപ്പൊ സെക്കൻഡറി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു പേഷ്യന്റ് ഏർലി സിംറ്റംസ് കാണിക്കുകയാണ്. അതായത് നമ്മൾ പ്രിമോഡിയലിലും പ്രൈമറിയിലും നമ്മൾ പറഞ്ഞു ഡിസീസ് വരാതെ നമ്മൾ പേഷ്യന്റിന്, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ അസുഖം വരാതെ എങ്ങനെ നമുക്ക് പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം, അതാണ് നമ്മൾ പ്രിമോഡിയലിലും പ്രൈമറിയിലും ചെയ്യുന്നത്. ഇപ്പൊ സെക്കൻഡറിയിൽ എന്താണ്? ഇപ്പൊ പേഷ്യന്റ് ഒരു എയർലി ഓൺസെറ്റ്, ഇപ്പൊ പേഷ്യന്റ് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസിന്റെ സിംറ്റംസ് കാണിക്കുകയാണ്, പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്തു ആ ഒരു ഡിസീസുമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഫർദർ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ പേഷ്യന്റിന്റെ പ്രീമോർബിഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷനിലേക്ക് പറയുന്നത്. ഇപ്പൊ സെക്കൻഡറി പ്രിവെൻഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്ത കേസിലാണ് എന്താണ്? പേഷ്യന്റിന്റെ സിവിയാരിറ്റി ഇൻക്രീസ് ചെയ്യുകയും ഫർദർ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോവുകയും ചെയ്യും. ആ കേസിൽ നമുക്ക് പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ത്രൂ ടെർഷറി ലെവൽ ഓഫ് പ്രിവെൻഷനിലൂടെയാണ്. ഓക്കെ, സോ കമന്റ് യുവർ ആൻസേഴ്സ്. ഏതാണ്? എ ഡി ബി. ഓക്കെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ ആൻസർ എന്ന്. സോ ആൻസർ ഈസ് D, that is UNICEF. So these are the mental health agencies. അപ്പൊ നമുക്കറിയാം നാഷണൽ മെന്റൽ ഹെൽത്ത് ഏജൻസീസ് ഉണ്ട്, ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് ഏജൻസീസ് ഉണ്ട്. അപ്പൊ ഹിയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് ഏജൻസീസ്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ WHO. അപ്പൊ WHO എന്താണ്? മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് ആണ്, അല്ലെ? മെന്റൽ ഹെൽത്ത് പ്രൊമോഷൻ, പിന്നെ പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽനെസ്, അതാണ് പ്രധാനമായിട്ട് നമ്മുടെ WHO ഫോക്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സും ആക്ടിവിറ്റീസും WHO ചെയ്യുന്നുണ്ട്. Next is the United Nations Educational, Scientific, Cultural Organization, that is UNESCO. Okay, UNESCO എന്താണ്? അവര് they are mainly focusing on the young people's mental health and physical health. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസ് അവർ ചെയ്യുന്നുണ്ട്. Then next is the World Federation for Mental Health, that is WFMH, World Federation for Mental Health. അപ്പൊ അതിൽ അവർ ചെയ്യുന്നത് കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ അതായത് വേൾഡ് മൊത്തത്തില് അവർ സർവേസ് നടത്തും. അപ്പൊ ആ സർവേസിനാണ് അവർ നമുക്ക് എന്താണ് എത്ര ആൾക്കാര് പ്രിവാലൻസ്, എത്ര ഇൻസിഡൻസ് എത്രയാണ്, പ്രിവാലൻസ് എത്രയാണ്, ഇപ്പം മൂഡ് അഫക്റ്റീവ് ഡിസോർഡേഴ്സിൽ അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എത്ര പേരാ, അതുകൊണ്ടുള്ള ഡിസബിലിറ്റീസ്, സ്കിസോഫ്രീനിയ അഫക്റ്റഡ് എത്ര പേരുണ്ട്, അതുകൊണ്ടുള്ള അവരുടെ ഡിസബിലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു സർവേ റിപ്പോർട്ട് അല്ലെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ഗാദർ ചെയ്യുന്നത് ആരാണ്? ദ വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് ആണ്. ദെൻ ഇന്റർനാഷണൽ സൊസൈറ്റി മെന്റൽ ഹെൽത്ത് ഓൺലൈൻ, ISMO. സോ ഇവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ദേ വിൽ കണ്ടക്ട് റിസർച്ചസ്. ഇവര് റിസർച്ചസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള, അതായത് പുതിയ ഡിസീസസ് അല്ലെങ്കിൽ പുതിയ ഇന്റർവെൻഷൻസ്, പുതിയ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് പുതിയ കാര്യങ്ങൾ അവര് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യും. അപ്പം ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ റിസർച്ച് ആസ്പിരൻസ് അവർക്കൊക്കെ എന്ത് ചെയ്യാം? ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അവരുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന്, റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നു. Then next is American Academy of Child and Adult Services. So അവരെന്താണ് ചെയ്യുന്നത്?
agency. അവര് പ്രധാനമായിട്ടും they will focus on the promote the health development of children, adolescent, families through research, training, prevention, comprehensive diagnosis and treatment. ഇവരെ പ്രധാനമായിട്ടും എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ചിൽഡ്രൻ, അഡോളസെന്റ്, അവരിലുള്ള സൈക്കാട്രിക് പ്രോബ്ലംസ് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ട് റിസർച്ചസ് കണ്ടക്ട് ചെയ്യുക, പ്രിവെന്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ അതിന് ഡയഗ്നോസ് ചെയ്യുക, പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതൊക്കെയാണ് ഇവരുടെ ഈ ഏജൻസി, ഇന്റർനാഷണൽ ഏജൻസിന്റെ മെയിൻ ആക്ടിവിറ്റീസ്. പിന്നെ JED ഫൗണ്ടേഷൻ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സൂയിസൈഡ് പ്രിവെൻഷനിലാണ്. അതായത് ടീനേജേഴ്സ്, യങ് അഡൽട്സ്, കോളേജ് സ്റ്റുഡൻസ്, അപ്പൊ അവരിലുള്ള സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇവര് കോളേജ്, സ്കൂളുകള് എന്താണ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്യാമ്പ്സ്, അതുപോലെ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാംസ്, ക്യാമ്പയിൻസ് ഒക്കെ സംഘടിപ്പിക്കുന്നു. പിന്നെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ്. അപ്പൊ അതിൽ അവര് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസും സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സും ആണ്. പിന്നെ അമേരിക്കൻ സൈക്കാട്രിക് നഴ്സസ് അസോസിയേഷൻ, അപ്പൊ അതില് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ, അതാണ് ഇവര് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് ഏജൻസീസ്. മനസ്സിലായോ? ഓക്കെ. So the next question is World Mental Health Day celebrated on. So when we celebrated the World Mental Health Day? October 10th, 10th September, 24th May and 2nd April. ഏതാണ് World Mental Health Day? Comment your answers. എപ്പോഴും മാക്സിമം നിങ്ങൾ ആൻസേഴ്സ് തെറ്റിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. റൈറ്റ് ആൻസേഴ്സ് തന്നെ ആൻസർ ചെയ്യാം. നിങ്ങൾ എപ്പോഴും റോങ് ആൻസേഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഇങ്ങനെ അറിയാത്ത ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ കറക്കി കുത്തുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു തെറ്റുത്തരം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ചാൻസ് ആണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ, മാക്സിമം റോങ് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ A. Okay, so the answer is October 10th. So 2nd April is World Autism Day. 2nd April is World Autism Day and May 24 is World Schizophrenia Day and September 10th is World Suicide Prevention Day. Okay, important ആണ്. 10th September 10th World Suicide Prevention Day, May 24 World Schizophrenia Day, 2nd April is World Autism Day. നമ്മൾ ഈ October 10th നമ്മൾ മെന്റൽ ഹെൽത്ത് ഡേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിബണിന്റെ കളർ ഏതാണ്? വിച്ച് കളർ റിബൺ വി ആർ യൂസിങ്? ഏത് കളറാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറ്? ഇനി ആൻസേഴ്സ്. We will use green color. Okay, green color ribbon ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. Then standards of mental health practice are published by who? TNI, American Nurse Association, Indian Nursing Council and International Council of Nursing. Standards of mental health practice are published by TNI, American Nurse Association, Indian Nursing Council, International Council of Nursing. Comment your answers. പെട്ടെന്ന് റെഡ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന റിബൺ കളർ ഗ്രീൻ ആണ് ഫോർ മെന്റൽ ഹെൽത്ത് ഡേ കേട്ടോ. ഇറ്റ്സ് നോട്ട് റെഡ്. ബി. എനി അതർ ആൻസേഴ്സ്? So A, B. Okay, so our answer is B, American Nurse Association. മറന്നു പോവരുത്. This is very, very important. American Nurse Association is provided the standards of mental health practice. Okay. The next is, okay, perception without stimulus is what? Delusion, illusion, hallucination and phobia. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ഡെലൂഷൻ, ഓപ്ഷൻ ബി ഇലൂഷൻ,
Option C, hallucination. And option D, phobia. What is the perception without stimulus? നമ്മുടെ ലാസ്റ്റ് DME എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർസെപ്ഷൻ വിത്തൗട്ട് സ്റ്റിമുലസ്. എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ബി, ഓക്കെ, ഡി, സി, സി, ഓക്കെ. So our answer is, ഇപ്പൊ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതും ആൻസർ സി ആണ്. അപ്പൊ so our answer is C, that is hallucination. അപ്പൊ hallucination എന്ന് പറഞ്ഞാൽ എന്താണ്? It is a sensory perception in the absence of an external stimulus. അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ നമ്മള് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എന്തെങ്കിലും പെർസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പേഷ്യന്റ്, ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു പേഷ്യന്റ് വെറുതെ ഒരു വാളിലേക്ക് നോക്കി സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കാണുകയാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു വാളിലേക്ക് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുകയാണ്. അപ്പൊ ആ പേഷ്യന്റിന് നമ്മൾ ചോദിക്കുക, നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്, അല്ലെ എന്താ സംസാരിക്കുന്നത് ചോദിച്ചാല് പേഷ്യന്റ് പറയും, ഞാൻ എന്റെ ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത്, കണ്ടില്ലേ അവനെവിടെ നിൽക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത് കണ്ടില്ലേ ചോദിക്കും. സോ ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഹാലൂസിനേഷൻ. എന്താണ്? പേഷ്യന്റ് പെർസീവ് ചെയ്യാണ്, എന്നോട് ആരോ സംസാരിക്കുന്നു, പേഷ്യന്റിനോട് ആരോ സംസാരിക്കുന്നതായിട്ട് പേഷ്യന്റിന് തോന്നുന്നു. പക്ഷെ ആക്ച്വലി എന്താണ്, അങ്ങനെ ഒരു സ്റ്റിമുലസ് അവിടെ ഇല്ല. അപ്പം ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ കാണുക, കേൾക്കാത്ത ഒരു കാര്യം നമ്മൾ കേൾക്കുക. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഹാലൂസിനേഷൻ ഈസ് എ പെർസെപ്ച്വൽ അബ്നോർമാലിറ്റി. തെറ്റിപ്പോവാൻ പാടില്ല. ഹാലൂസിനേഷൻ ഈസ് എ പെർസെപ്ഷൻ അബ്നോർമാലിറ്റി. അങ്ങനെയും ചോദിക്കാം. അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് പെർസെപ്ച്വൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ പെർസെപ്ച്വൽ ഡിസോർഡർ ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ദാറ്റ് ഈസ് ഹാലൂസിനേഷൻ. അപ്പൊ ഹാലൂസിനേഷൻ, ഓഡിറ്ററി ഹാലൂസിനേഷൻ, വിഷ്വൽ ഹാലൂസിനേഷൻ, ജസ്റ്റേറ്ററി, ടാക്ടൈൽ, അങ്ങനെ ഒരുപാട് ഹാലൂസിനേഷൻസ് ഉണ്ട്. Then delusion means what? A false unshakable belief which is not amenable to reasoning and is not keep in contact with the patient's socio-cultural and educational background. ഇപ്പൊ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ് ആണ് പേഷ്യന്റിന്. ഇപ്പൊ പേഷ്യന്റ് പറയാണ്, ഒരു പേഷ്യന്റ് നിങ്ങളോട് പറയാം, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്, എനിക്കൊരു 5-6 ഹെലികോപ്റ്റർ സ്വന്തമായിട്ടുണ്ട്, ഞാനാണ് എന്താണ് ടാറ്റേനെയും ബിർളേനേക്കാളും ഒക്കെ വലിയ, അംബാനിനേക്കാളും ഒക്കെ വലിയ ഒരു കോടീശ്വരനാണ്, ഗൂഗിൾ എന്റെ ആണ്, അല്ലെങ്കിൽ എന്താണ് ഓരോന്ന്, ഇത് ലോകത്തിൽ നിങ്ങൾ ഫേമസ് എന്ന് കാണുന്ന എല്ലാം എന്റെ ആണ്. അങ്ങനെ ഇപ്പൊ ഒരു പേഷ്യന്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ അല്ലെ, സോ വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് എ ഗ്രാൻഡിയസ് ഡെലൂഷൻ അല്ലെ. പേഷ്യന്റ് അല്ലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ പേഷ്യന്റ് പറയുകയാണെങ്കിൽ അതെന്താ? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡെലൂഷൻ. ഡെലൂഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് എ കോൺക്രീറ്റ് ഐഡിയാസ് ആണ് അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഫിക്സഡ് അൺഷേക്കബിൾ ബിലീഫാണ്. നമ്മളിപ്പോ അവരോട് ആർഗ്യൂ ചെയ്താലും കാര്യമില്ല. അവര് വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ആള് ഞാനാണ് എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. അതാണ് ദാറ്റ് ഇസ് അത്രയും അൺഷേക്കബിൾ ബിലീഫ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. വിച്ച് ഇസ് നോട്ട് അമനബിൾ ടു റീസണിങ്. ഇതിനെന്താണ്, നമുക്ക് ഒരു റീസണിങ് അല്ലെങ്കിൽ അത് ഒരു അവരുടെ യാഥാസ്ഥിതിക അവസ്ഥയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ അത്ര ഉണ്ടാവില്ല, അല്ലെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെലൂഷൻ എന്ന് പറയുന്നത്. ഫോൾസ് ഫിക്സ്ഡ് അൺഷേക്കബിൾ ബിലീഫ്. അതാണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് ആൻഡ് അൺഷേക്കബിൾ ബിലീഫ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, ഡെലൂഷൻ ഓഫ് അല്ലെങ്കിൽ പെർസിക്യൂട്ടറി ഡെലൂഷൻസ് ഉണ്ട്, ബിസെയർ ഡെലൂഷൻസ് ഉണ്ട്, നോൺ ബിസെയർ ഡെലൂഷൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മുടെ കമ്മിങ് ക്ലാസ്സുകളിൽ ഓരോ നമ്മുടെ സൈക്കാട്രി ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. ഡിസോർഡേഴ്സ് ഓഫ് തോട്ട് എന്തൊക്കെയാണ്, ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ എന്തൊക്കെയാണ്. അപ്പൊ അതില് ഓരോ ഡെലൂഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ അതായത് ഈ ഡെലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ തോട്ട് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ തോട്ട് ഡിസോർഡർ ആണ് എന്ത്? ഡെലൂഷൻ. ഓക്കെ, then illusion means what? Misinterpretation of an external stimulus അല്ലെങ്കിൽ misinterpretation of a real or external sense experience. അപ്പൊ നമ്മള് പണ്ട് മുതലേ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? കയറ് പാമ്പ് അല്ലെ. കയർ എന്ത് ചെയ്തു? നമ്മൾ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കും. സോ ദാറ്റ് ഈസ് an example of illusion. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സാധനത്തിന്, ഇപ്പൊ ഒരു കയറ് ഒരു യഥാർത്ഥത്തിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട്, അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോ അതൊരു എന്താണ് സ്നേക്ക് ആയിട്ടോ അല്ലെ മറ്റെന്തെങ്കിലും ആയിട്ടോ നമ്മൾ മിസ്
interpretation. That is very, very important. Illusion. Misinterpretation. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലൂഷൻ. ഇലൂഷന്റെ കേസിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, മിസ്ഇന്റർപ്രിറ്റ് ചെയ്യും. പക്ഷെ ഹാലൂസിനേഷനിലാണെങ്കിൽ എന്താണ്, ഇല്ലാത്ത ഒരു സാധനം, അതായത് ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ്, ഇല്ലാത്ത ഒരു സാധനം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ദാറ്റ് ഈസ് ഹാലൂസിനേഷൻ. Okay, so illusion and hallucination are perceptual abnormality. തെറ്റി പോവരുത്. This is very, very important. Illusion and hallucination are perceptual abnormalities, and delusion and phobia are thought abnormality. Okay, then phobia means what? It is a persistent, excessive, unrealistic fear of an object, person, animal, activity or situation. Appo simply പറഞ്ഞാൽ എന്താണ്, irrational fear towards any stimulus. അതായത് ഭയങ്കര പേടി. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പാമ്പിനെ നമുക്ക് പേടിയായിരിക്കും, അപ്പൊ അതൊരു ഫോബിയ എന്ന് പറയാൻ പറ്റില്ല. അല്ലെ, നമുക്കൊരു പട്ടീനെ പേടിയുണ്ട്, അതും ഇറ്റ്സ് നോട്ട് എ ഫോബിയ. എന്താണ് ഫോബിയ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, ഇറാഷണൽ ഫിയർ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ഓർ എക്സസീവ് ഫിയർ. ഒരു വസ്തുവിനെ കുറിച്ച്, ഇപ്പൊ നമുക്ക് പാമ്പിനെ പേടിയാണെങ്കിൽ പാമ്പെന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ അതിന്റെ ചിത്രം കാണുമ്പോ അതിനെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് വരും. അത് അസോസിയേറ്റഡുള്ള എന്താണ് പലതരത്തിലുള്ള ബോഡിലി ചേഞ്ചസ് നമുക്ക് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ അതിനെ ഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും, അതുള്ള സ്ഥലങ്ങളിൽ പോവില്ല, അതിനെക്കുറിച്ച് കേൾക്കുന്ന സ്ഥലങ്ങൾ, അതിന്റെ ചിത്രങ്ങൾ കാണുന്ന അങ്ങനത്തെയുള്ള പ്ലേസുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ദാറ്റ് ഈസ് ഫോബിയ. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? Delusion and phobia are thought abnormalities, and illusion and hallucination are perceptual abnormalities. ഇനി മാറി പോവില്ലല്ലോ, അതെല്ലാം നേരത്തെ ആൻസർ ബി എഴുതിയ ആൾക്കാർക്കൊക്കെ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇലൂഷൻ അല്ല ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞതെന്ന്? ഓക്കെ, അപ്പൊ തെറ്റരുത്. കാരണം ഈ ഡെലൂഷൻ ഹാലൂസിനേഷൻ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന, നിങ്ങൾ ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, then next is 11.1. Indirect speech that is delayed in reaching the point. ശരിക്കും ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ, ഇതും നമ്മുടെ ലാസ്റ്റ് DMAയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. Indirect speech that is delayed in reaching the point but eventually gets from the original point to desired goal. So what is that? Flight of idea, tangentiality, loosening of association and circumstantiality. So come into your answers. Flight of idea, tangentiality, loosening of association and circumstantiality. What is that? Indirect speech that is delayed in reaching the point. That is delayed in reaching the point. What is that? Option B, option C, option D. എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ മെജോറിറ്റി ആയിട്ടുള്ളവർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ലെറ്റ് മി ചെക്ക്. സോ ആൻസർ ഈസ് option D, that is circumstantiality. So circumstantiality means what? Indirect speech that is delayed in reaching the point but eventually gets from the original point to desired goal. For example, ഇപ്പൊ നിങ്ങൾ ഒരു പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്കൂൾ ജീവിതത്തെ കുറിച്ചൊന്ന് പറയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിച്ച സ്കൂളിലെ എക്സ്പീരിയൻസ് എന്താണ് എന്ന് നമ്മളിപ്പോ ഒരു പേഷ്യന്റിനോട് ചോദിക്കുകയാണെങ്കിൽ ആ പേഷ്യന്റ് എന്ത് ചെയ്യും? ആദ്യം വീട്ടുകാരെ കുറിച്ച് ചിലപ്പം പറയാം, അല്ലെ, ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങള് 5 മക്കളായിരുന്നു, ഞങ്ങൾ അവിടെയൊക്കെ ഇവിടെയായിരുന്നു ഞങ്ങളുടെ വീട്, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഞങ്ങള് ചേച്ചിമാർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റിയില്ല, എനിക്കാണ്. അങ്ങനെ അവരെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് എന്താണ് ആ ചോദിക്കുന്ന നമുക്ക് വേണ്ട ഒരു ആൻസറിലേക്ക് വളരെ ഡിലേ ആയിട്ട് എത്തുള്ളൂ. ബട്ട് they will reach to the point. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്താല് അതിനെ കുറിച്ചിട്ട് വേറെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഫൈനലി they will come to the പോയിന്റ്. സോ നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുന്ന പോലെ, ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്ന പോലെ ഒരു പോയിന്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ ആ പോയിന്റുമായിട്ട് ബന്ധമില്ലാതെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഫൈനലി they will come to the point. So that is circumstantiality. സർക്കിൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഓർക്കുക നിങ്ങൾ എപ്പോഴും. അതായത് ഇപ്പൊ ചിലരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവര് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടായിരിക്കും അവസാനം ആ പോയിന്റിനെ കുറിച്ച് പറയുക. ദാറ്റ് ഈസ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി. ബട്ട് ഫ്ലൈറ്റ് ഓഫ് ഐഡിയ, ബിഫോർ ദാറ്റ് ടാൻജൻഷ്യാലിറ്റി. സോ വാട്ട് ഈസ് ദാറ്റ് ടാൻജൻഷ്യാലിറ്റി? എപ്പോഴും
ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. നമ്മുടെ സൈക്കാട്രി ഇപ്പം എന്താണ് ഇപ്പൊ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും സൈക്കാട്രിന്ന് വരുന്ന ചോദിക്കുന്ന നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. മറ്റേത് സ്പെഷ്യാലിറ്റിനേക്കാളും കുറച്ച് കൂടുതലാണ് സൈക്കാട്രിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോ അതില് ഈ എന്താണ് അതിന്റെ ഈ ഡെഫിനിഷൻസ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ടും അവർ ചോദിക്കും. അപ്പൊ അതേക്കുറിച്ച് നിങ്ങൾ എന്താണ് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. ടാൻജൻഷ്യാലിറ്റി മീൻസ് ദ ക്ലൈന്റ് ടെൻഡ്സ് ടു വാണ്ടർ അവേ ഫ്രം ദ intended point and never returning to the original idea. ഒരു ചോദ്യം ചോദിച്ചാല് അവര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് they will wander away from the topic. Okay, അതായത് inclusion of unwanted or irrelevant ideas. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, പശുവിനെ കുറിച്ച് ചോദിച്ചാല് എന്താണ് പശുവിനെ കുറിച്ച് ചോദിക്കും നമ്മൾ. എന്താണ് അപ്പൊ പേഷ്യന്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് അല്ലെ, പശുവിനെ കുറിച്ച് ചോദിച്ചാല് തെങ്ങിനെ കുറിച്ച് പറയും. പിന്നെ തെങ്ങ്, കേരളം, അങ്ങനെ 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 അതിനെക്കുറിച്ച് അങ്ങ് വേറെ വേറെ കാര്യങ്ങൾ സംസാരിച്ചു പോകും. ദേ ആർ വാണ്ടറിങ് അവേ ഫ്രം ദ ടോപ്പിക്. നമ്മൾ കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് അവര് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു പോകും. ദേ വിൽ നെവർ റിട്ടേൺ ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ ചോദിച്ചതിനെ കുറിച്ച് അവസാനം അവർ എന്ത് ചെയ്യില്ല, സംസാരിച്ചെത്തില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ സംസാരിക്കില്ല. പക്ഷെ അവരതല്ലാതെ വേറെ പല കാര്യങ്ങളും സംസാരിച്ചു പോകും. ദേ വിൽ നോട്ട് നെവർ റിട്ടേൺ ബാക്ക് ടു ദ പോയിന്റ്. ബട്ട് ഇൻ കേസ് ഓഫ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്താ, ആദ്യം അവര് ഇറലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫൈനലി അവർ എന്ത് ചെയ്യും, ദേ വിൽ കം ടു ദ സർക്കിൾ or they will come to the point. That is circumstantiality. സർക്കംസ്റ്റാൻഷ്യാലിറ്റിയും ടാൻജൻഷ്യാലിറ്റിയും തെറ്റിപ്പോവരുത്. മനസ്സിലായല്ലോ? Then flight of idea. So flight of idea means what? Rapid shift from one idea to another idea. ഒരു കാര്യം നമ്മൾ സംസാരിച്ച് തീരുമ്പോൾ അവരെന്ത് ചെയ്യും, നെക്സ്റ്റ് കാര്യത്തെ കുറിച്ച് സംസാരിക്കും. ഓക്കെ, ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചു, പെട്ടെന്ന് തന്നെ റാപ്പിഡ്ലി ദേ വിൽ ഷിഫ്റ്റ് ടു അനദർ ഐഡിയ. വേറൊരു പോയിന്റിനെ കുറിച്ച് അല്ലെങ്കിൽ വേറൊരു കാര്യത്തെ കുറിച്ച് അവരിങ്ങനെ സംസാരിച്ച് പോകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയ. നമുക്ക് ഫ്ലൈറ്റ് ഓഫ് ഐഡിയ ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണുന്നത്? പേഷ്യന്റ് വിത്ത് മാനിയ. ഓക്കെ, then loosening of association. So another one is loosening of association. That is what? Disorganized speech due to lack of connection between ideas. എന്താണ്, വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതായത് നമ്മൾ ഫ്ലൈറ്റ് ഓഫ് ഐഡിയയിൽ എന്താ പറഞ്ഞ, ഒരു ടോപ്പിക്ക് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ജമ്പ് ചെയ്ത് പോകും. പക്ഷെ ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്താണ്, ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് എനിക്ക് ഡാൻസ് കളിക്കണം, പക്ഷെ എന്റെ കാല് വെറ്റാണ്, പക്ഷെ എന്താണ് വെള്ളം അങ്ങനെയാണ്, അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്നു, പുഴ ഒഴുകി, അങ്ങനെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് അവർ സംസാരിക്കും. സോ ദാറ്റ് ഈസ് ലൂസനിങ് ഓഫ് അസോസിയേഷൻ. സോ ദിസ് വി ക്യാൻ സീൻ ഇൻ പേഷ്യന്റ് വിത്ത് സ്കിസോഫ്രീനിയ. മനസ്സിലായല്ലോ? അതാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയ, ടാൻജൻഷ്യാലിറ്റി, സർക്കംസ്റ്റാൻഷ്യാലിറ്റി ആൻഡ് ദി ലൂസനിങ് ഓഫ് അസോസിയേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് so a nurse instructor is teaching about the medications given prior to and during ECT treatment, which student statement indicates the learning. അതായത് ECTക്ക് പ്രയർ ആയിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് ഒരു നഴ്സ് ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ സ്റ്റുഡന്റിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കുട്ടിക്ക് മനസ്സിലായി എന്നുള്ളത്, അതായത് ആ പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? So atropine is administered to paralyze skeletal muscles during ECT. Succinylcholine decreases secretion to prevent aspiration. C. Thiopental sodium is a short-acting anesthesia to render the client unconscious. Then glycopyrrolate is given to patients severe muscle contractions during seizure. So comment your answers. Comment your answers A, B, C or D. C. Then any other answers? B. Okay, B. പിന്നെ
Okay, so anyway, our answer is C, that is thiopental sodium. That is, it is a short-acting anesthesia to render the client unconscious. So, here we will ECT. So, sequence of administration of medication in ECT. So, ECT we will medicines patient administer. So, there is a sequence of administration of medication in ECT. The first one, we will administer anticholinergic agent, that is atropine. Atropine we administer. If we are giving IV 2-3 minutes before ECT, we administer. If we are giving it as IM injection 30 minutes before the ECT, we administer. Anticholinergic atropine secretions airway clear seizure post ictal bradyarrhythmias. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇസിടിക്ക് ശേഷം വരുന്ന ബ്രാഡിയറിത്മിയാസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ സെക്രീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അട്രോപ്പിൻ കൊടുക്കുന്നത്. അപ്പൊ യൂഷ്വലി അത് എത്രയാണ് 0.6 mg ആയിട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് മെഡിസിൻ ദാറ്റ് ഈസ് അനസ്തെറ്റിക് ഏജന്റ്, ദാറ്റ് ഈസ് തയോപെന്റാൽ സോഡിയം. അത് നമ്മൾ യൂഷ്വലി സെക്കൻഡ് ടു ആന്റികോളിനർജിക് അല്ലെങ്കിൽ സെക്കൻഡ് ടു അട്രോപ്പിൻ ആണ് കൊടുക്കുന്നത്. ഇപ്പൊ യൂഷ്വലി 2 to 5 mg/kg അതാണ് നമ്മൾ ഡോസ് കൊടുക്കുക. Then last നമ്മൾ കൊടുക്കുന്നത് ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ് അല്ലെങ്കിൽ സക്സിനൈൽ കോളിൻ അല്ലെങ്കിൽ മസിൽ റിലാക്സന്റ് ആണ് കൊടുക്കുക. അത് നമ്മൾ 0.5 to 1.5 mg/kg അങ്ങനെയാണ് നമ്മൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ഇൻ ഇസിടി, ആന്റികോളിനർജിക്, അനസ്തെറ്റിക്സ് ആൻഡ് ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ് ഓർ മസിൽ റിലാക്സന്റ്. The next is the absolute contraindication of ECT is what? Pregnancy, raised ICP, severe hypertension, recent MI. So which is the absolute contraindication of ECT? Edana pregnancy, raised ICP, severe hypertension and recent MI. Comment your answers. C. Okay. D. Any other answers? Pettana aikotte. So our answer, let me check that. Our answer is B, that is raised ICP. അപ്പോൾ നമ്മൾ contraindications of ECT പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് പറയുന്നത്. That is absolute contraindication and relative contraindication. So what it means by absolute എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം absolute contraindication എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൊടുത്താൽ പേഷ്യന്റ് that will create a lethal complications in the patient. പേഷ്യന്റിലെ ഭയങ്കര lethal complications ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ absolute contraindication എന്ന് പറയുന്നത്. അതായത് എന്ത് കേസിലായാലും നമ്മൾ അത് കൊടുക്കാൻ പാടില്ല. That is absolute. പക്ഷെ relative contraindications എന്ന് പറഞ്ഞാൽ എന്താണ്? In some cases cautiously we can give. അല്ലെ, ചില കേസിൽ വളരെ ശ്രദ്ധയോട് കൂടി അത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത്ര എമർജൻസി ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നതാണ് റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ ദാറ്റ് ഇസ് raised ICP. ICP contraindication ആണ്. Then relative myocardial infarction, severe hypertension, CVA, severe pulmonary disease, retinal detachment, leukocytoma, that means a hormone secreting tumor that can occur in the adrenal gland. So these are the contraindications. So pregnancy is not a contraindication for ECT. അതായത് മറ്റെല്ലാ റിഫ്രാക്ടറി ടു ഓൾ അതർ ട്രീറ്റ്മെന്റ്, മറ്റെല്ലാ ട്രീറ്റ്മെന്റും ഫെയിൽ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ ECT കൊടുക്കാം എന്ന് എന്താണ് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ അവർ പറയുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം പ്രഗ്നൻസി ഈസ് നോട്ട് കോൺട്രാഇൻഡിക്കേറ്റഡ് ഫോർ ECT. Then minimum seizure duration required for effectiveness of ECT. Comment your answers. Minimum seizure duration. അപ്പൊ നമ്മൾ ECT കൊടുക്കുമ്പോൾ മിനിമം സീഷർ ഡ്യൂറേഷൻ എത്രയാണ്, നമ്മുടെ ECT എഫക്റ്റീവ് ആണ് എന്ന് പറയാൻ സീഷർ ഡ്യൂറേഷൻ എത്രയാണ്? Comment your answers. B. Okay. Comment your answers. Any answers? So 30 to 90 seconds, 1 minute, 1.5 to 2 seconds, 10 to 20 seconds. What is the answer? C, D. Okay. So നമുക്ക് നോക്കാം. So
So answer is 30 to 90 seconds. So 30 to 90 second minimum seizure duration is required for effectiveness of ECT. Sorry, this is very, very important for your competitive exams. Aims in the exams question the repeat at Chodikar it is 30 to 90 seconds. The answer already in there. So the most common cause of premature death in schizophrenia is what? The most common premature death in schizophrenia. Premature death means what? Early death in schizophrenia. But schizophrenia early death suicide, hereditary, doctor shopping, and substance abuse. Comment your answers. Already answered in there. So, okay, that is, it is a psychiatric. So, our answer is A, suicide. Okay. Our answer is A, suicide. Schizophrenia patients premature death. Suicide. So it is a psychiatric emergency. Suicide is a psychiatric emergency. And around 5 to 10% of patients with schizophrenia committed suicide. Okay. Then they commit suicide during worsening of symptom or immediately after discharge. Depression associated suicide. Schizophrenia premature death important suicide. Most peak worsening of symptoms. That symptoms suicide immediately after discharge. Suicide. Okay. Then a client diagnosed with delirium becomes disoriented and confused at night. Okay. So a client diagnosed with the delirium becomes disoriented and confused at night. Which interventions should the nurse implement initially? Question which intervention should the nurse implement initially? Initially, intervention nurse implement. First one, move the client next to the nurse station, use an indirect light sources and turn off the television, keep the television and a soft light on during the night, play soft music during the night and maintain a well-lit room. That means well-lit room means what? Well-light room. Comment your answers. C, A. A, B, C. Okay. So the answer is B. Okay. Use an indirect light sources and turn off the television. A client diagnosed with delirium. Implementation, sorry, the intervention apply first we should know what is delirium. Delirium. So what is that delirium? Delirium is a organic brain disorder. Neurocognitive disorders. Organic brain disorders. Organic brain disorders in under delirium and dementia. So organic brain disorders is also known as neurocognitive disorder. Options mania, schizophrenia, delirium, ADS, which one is the neurocognitive disorder? You may be able to give the answer. Okay. So organic means psychiatric disorders are due to abnormal brain function. Brain dysfunction brain pathology, brain pathology disorders psychiatric disorders organic brain disorders neurocognitive disorders. Okay. Then first one, that is delirium. Delirium means what? Delirium is also known as acute organic brain syndrome, and dementia is also known as chronic organic brain syndrome.
Delirium is acute organic brain syndrome and dementia is chronic organic brain syndrome. So delirium means impairment of consciousness. Adil important aayittulla factor that is clouding of consciousness. Very, very, very important. Clouding of consciousness ഏത് കേസിലാണ് കാണുന്നത് അങ്ങനെയും they will ask for the exams. Okay, so important that is impairment in the consciousness, disorientation, disturbance, perception and restlessness. അപ്പോൾ perception abnormalities, restlessness ഇതൊക്കെ ഉണ്ടാവാൻ deliriumത്തിൽ. ഇപ്പൊ നമ്മൾ ഒരു anesthetics കൊടുത്ത ഒരു പേഷ്യന്റ് പിന്നെ ആ പേഷ്യന്റ് ഫസ്റ്റ് ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ വിളിച്ചെഴുന്നേപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ പേഷ്യന്റിന്റെ ഒരു അവസ്ഥ? ദാറ്റ് വിൽ ബി എ ഡെലീറിക് സ്റ്റേറ്റിലായിരിക്കും അല്ലെ, ചില ഡ്രഗ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് വാട്ട് ഈസ് ഡിമെൻഷ്യ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എ ക്രോണിക് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. So global impairment of intellect, memory, personality without impairment of the consciousness. So this is the main difference between delirium and dementia. So this is the difference between delirium and dementia. Delirium endana? There is clouding of consciousness. അതായത് കോൺഷ്യസ്നെസ്സിനെ അഫക്ട് ചെയ്യുന്നു. ക്ലൗഡിംഗ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന് ഒരു ഫെയ്ഡിങ് ഉണ്ടാവും. ബട്ട് ഡിമെൻഷ്യയിൽ എന്താണ്? വിത്തൗട്ട് ഇമ്പയർമെന്റ് ഇൻ ദ കോൺഷ്യസ്നെസ്. ബട്ട് എന്തൊക്കെ സംഭവിക്കാം? അവരെ ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് എഫക്ട് ചെയ്യാം, മെമ്മറി പോകാം, പേഴ്സണാലിറ്റി പ്രോബ്ലംസ് വരാം. ഓക്കെ, ഇപ്പൊ ഡിമെൻഷ്യക്ക് നമുക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, നമ്മുടെ മൂവി തന്മാത്ര. അത് നമ്മൾ ആ മൂവി വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അതിൽ ഇനീഷ്യൽ സ്റ്റേറ്റില് ഫസ്റ്റ് ഫോർഗോട്ടിംഗ് സ്റ്റേറ്റ്, ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നു, പിന്നെ എന്താണ് മെമ്മറി ഡെഫിസിറ്റ് വരുന്നു, പിന്നെ പഴയ റീസെന്റ് റിമോട്ട് മെമ്മറിയിലുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തെടുക്കുന്നു, അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് ഹെൽത്ത് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് ഡെപ്തിലേക്ക് പോകുന്നു. അപ്പൊ കംപ്ലീറ്റ് ആ ഒരു ഡിമെൻഷ്യയുടെ സ്റ്റേജസ് വളരെ മനോഹരമായിട്ട് ആ ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഡിമെൻഷ്യ തന്മാത്ര ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡിമെൻഷ്യക്ക്. ദെൻ ഇത് അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ ആണ് ഡിമെൻഷ്യയും ഡെലീറിയവും തമ്മില്. ഓക്കെ, സോ പ്രൊവിഷൻ ഓഫ് എ കൺസിസ്റ്റന്റ് ഡെയിലി റുട്ടീൻ ആൻഡ് എ ലോ സ്റ്റിമുലേറ്റിംഗ് എൻവിറോൺമെന്റ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഫോർ ക്ലയന്റ് ഡിസോറിയന്റഡ്. അപ്പൊ അതായത് നമ്മൾ പറഞ്ഞു ഡെലീറിയത്തിലാണെങ്കിൽ പേഷ്യന്റ് ഡിസോറിയന്റഡ് ആവും. അപ്പൊ അതിൽ എന്താണ് നമ്മൾ ലോ സ്റ്റിമുലേറ്റിംഗ് എൻവിയോൺമെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു കൺസിസ്റ്റന്റ് ഡെയിലി എന്താണ് ഒരു കൺസിസ്റ്റന്റ് ഡെയിലി റുട്ടീൻ അവർക്ക് വേണ്ടി ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ലോ സ്റ്റിമുലേറ്റിംഗ് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. കാരണം പേഷ്യന്റ് എന്താണ് ഇറിറ്റബിൾ ആണ്, ഡിസോറിയന്റഡ് ആണ്. അപ്പൊ അവരുടെ ഫർദർ കൺഫ്യൂഷൻസും ഇറിറ്റബിലിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ സ്റ്റിമുലേറ്റിംഗ് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ നോയ്സ് ഇൻക്ലൂഡിംഗ് റേഡിയോ, ടെലിവിഷൻ മേ ആഡ് അപ്പ് ടു ദ കൺഫ്യൂഷൻ ആൻഡ് ഡിസോറിയന്റേഷൻ. അപ്പൊ നമ്മുടെ മറ്റു ഓപ്ഷൻസിൽ പറയുന്നുണ്ട് അല്ലെ, ടി വി പിന്നെ അല്ലെങ്കിൽ റേഡിയോ ഒക്കെ ഓൺ ചെയ്താൽ അവിടെ കൺഫ്യൂഷൻസ് ഫർദർ ഇൻക്രീസ് ചെയ്യും. പിന്നെ എന്താണ് മൂവിംഗ് ദ ക്ലൈന്റ് നെക്സ്റ്റ് ടു ദ നഴ്സ് സ്റ്റേഷൻ മേ ബിക്കം എ നെസസറി ബട്ട് ഇറ്റ് നോട്ട് ആൻ ഇനീഷ്യൽ ആക്ഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ വളരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എയിംസ് പോലുള്ളതിൽ കുറച്ചും കൂടി അപ്ലിക്കേഷൻസ് ലെവലിൽ അവർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്താണ് അവർ പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യൽ ആക്ഷൻ ഏതാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസിനെ എന്താണ് റോങ് ആൻസേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ് ആ കണ്ടീഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്താണ് നിയർ ആൻസേഴ്സ് വരുന്ന ചോയ്സസിൽ നിന്ന് നമുക്ക് റൈറ്റ് ആൻസേഴ്സ് എടുക്കാൻ എന്താണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഈ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് നമ്മൾ പേഷ്യന്റിന് നിയർ റൂം കൊടുക്കും, പക്ഷെ അത് എന്താണ് ഇനീഷ്യൽ ആക്ഷൻ അല്ല. നെക്സ്റ്റ് ഇസ് എ നഴ്സ് എക്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ഡയഗ്നോസ്ഡ് വിത്ത് ബുലീമിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബുലീമിയ. The most appropriate initial goal for a client diagnosed with the bulimia nervosa അല്ലെങ്കിൽ bulimia. For the most initial goal for a client diagnosed with the bulimia ഏതാണെന്ന് നോക്കാം. Avoid shopping for large amount of food. B. Control eating impulses. Then C. Identify anxiety causing situations. And D. Eat only 3 meals per day. Comment your answers. ഏതാണ് ഇനീഷ്യൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ? ഏതാണ്? D. Comment your answers. C. Okay, C, B, D. So നമുക്ക് നോക്കാം. So the answer is C. That is identify anxiety causing situations. എന്തുകൊണ്ടാണ് നമ്മൾ ആങ്സൈറ്റി കോസിംഗ് സിറ്റുവേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബുലീമിയ ഉള്ള ഒരു പേഷ്യന്റിൽ? നമുക്ക് നോക്കാം. So bulimic behavior is generally a maladaptive coping response to stress and underlying issues. അപ്പൊ നമ്മുടെ സ്ട്രെസ് വരുന്ന സമയത്ത്
നമ്മൾ പല രീതിയിൽ അതിനോട് കോപ്പ് ചെയ്യും അല്ലേ? അപ്പൊ സ്ട്രെസ് വരുന്ന സിറ്റുവേഷൻസിൽ ഇത് ഈ ഫുഡ് ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ ഈ ബുളീമിക് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു മാലഡാപ്റ്റീവ് റെസ്പോൺസസ് ആണ്. ചിലരുണ്ടാവും വിഷമം വന്നു കഴിഞ്ഞാൽ എന്താ ഒരുപാട് ഫുഡ് ഒത്തിരി ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും അല്ലെ? ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല് നീന എന്നുള്ള ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു നല്ല മൂവിയാണ്. ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വളരെ മനോഹരമായിട്ട് എന്താണ് അതിന്റെ കോസസ്, എന്താണ്, വാട്ട് ഈസ് ദാറ്റ്, അതിന് എന്തൊക്കെ മാനേജ്മെന്റ് ഉണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസ് റിലാപ്സ് എന്താണ്, അതിനെ എങ്ങനെ മാനേജ്, അതിന്റെ എല്ലാം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു ഫിലിമാണ് നീന. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, കുറച്ചും കൂടി നല്ലൊരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ഡിസീസിനെ കുറിച്ച്. അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ ആനഗസ്റ്റിന്റെ ക്യാരക്ടറിൽ അവള് ടെൻഷൻ ഒക്കെ വരുമ്പോൾ എക്സസീവ് ആയിട്ട് ഫുഡ് കഴിക്കും. സോ ദാറ്റ് ഇസ് വൺ ടൈപ്പ് ഓഫ് ബുളീമിക് ബിഹേവിയർ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മാലഡാപ്റ്റീവ് കോപ്പിംഗ് പാറ്റേൺ ആണ്. If the client identify anxiety causing situations that stimulate the bulimic behavior and then learn new ways of coping with the anxiety. അപ്പൊ എന്താണ്, ഭയങ്കര ആങ്സൈറ്റി ഒക്കെ വരുമ്പോ അവരെന്ത് ചെയ്യും, ഈ ബുളീമിക് ബിഹേവിയർ അവർ ഒരു രീതിയിൽ അതിനോട് കോപ്പപ്പ് ചെയ്യുന്ന അങ്ങനെയാണ്. എനിക്കുണ്ട്, പക്ഷെ ഇങ്ങനെ ബുളീമിക് ബിഹേവിയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും ടെൻഷനൊക്കെ വരുമ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. പക്ഷെ അങ്ങനെ ബുളീമിക് ബിഹേവിയർ എന്ന രീതിയിലൊന്നും പോയിട്ടില്ല. ഓക്കെ, നമ്മൾ കേൾക്കുന്ന നമുക്ക് പലർക്കും അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, സോ bulimia nervosa is a condition that occurs most commonly in adolescent females and characterized by indulgence in binge eating and inappropriate compensatory behaviors to prevent weight gain. This is very, very important. That is binge eating. Binge eating എന്ന് പറഞ്ഞാൽ എന്താണ്, eating large quantities of food in a short period of time. ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഷോർട്ട് പീരീഡ് ടൈമിൽ കഴിച്ചു തീർക്കുന്നതിനാണ് നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുക. സോ ആഫ്റ്റർ ഈറ്റിംഗ് എന്താണ്, ഭക്ഷണം ഒത്തിരി കഴിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരും, അയ്യോ ഞാൻ ഒത്തിരി ഭക്ഷണം കഴിച്ചു പോയി, ഇനി എന്താണ് എനിക്ക് എക്സസീവ് ആയിട്ട് വെയിറ്റ് വരും. അപ്പൊ അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ അവര് ഇൻഡ്യൂസ് ചെയ്യും, വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവർ ലാക്സേറ്റീവ്സ് കഴിക്കും, അല്ലെങ്കിൽ അവർ ഓവറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യും. സോ ദാറ്റ് ഇസ് ബുളീമിയ നെർവോസ. സോ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, മെയിൻലി ദ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആർ അനോറെക്സിയ നെർവോസ, bulimia nervosa, that is ഒരു ഇമ്പോർട്ടന്റ് സൈൻ ആണ്, റിസൾട്ട് സൈൻ ഇൻ bulimia nervosa നമ്മൾ ഡിസ്കസ് ചെയ്യും. then binge eating disorder, avoidant restrictive food intake disorder അല്ലെങ്കിൽ സെലക്റ്റീവ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയും. ഇപ്പൊ പ്രധാനമായിട്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നത് ഈ 4 ഡിസോർഡേഴ്സ്. അനോറെക്സിയ നെർവോസ, അനോറെക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യന്റ് ദേ ആർ ഒബ്സസ്ഡ് വിത്ത് ദെയർ വെയിറ്റ്. ഓ എനിക്ക് വെയിറ്റ് കൂടും, ഇപ്പൊ അവർ അണ്ടർ നറീഷ്ഡ് ആണ് അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ പോലും അവരെന്താ ചിന്തിക്കുക, ഞാൻ ഭയങ്കര വെയിറ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഓവർ വെയിറ്റ് ആണെന്ന് കരുതി അവരെന്ത് ചെയ്യും, ഫുഡൊന്നും ഒരുപാട് കഴിക്കില്ല. കഴിച്ചാൽ അവരെന്ത് ചെയ്യും, ഓവർ ആയിട്ട് എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ അവരൊരു വെയിറ്റ് ഒബ്സസ് ആയിട്ട് നിൽക്കുന്നതിനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അതിന് പറയും അനോറെക്സിയ നെർവോസ. ബുളീമിയ നെർവോസ എന്ന് പറഞ്ഞാൽ എന്താ, ബിഞ്ച് ഈറ്റിംഗ് ആണ്. ഷോർട്ട് പീരീഡിൽ ലാർജ് എമൗണ്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് അവരെന്ത് ചെയ്യും, സോ ദേ വിൽ ഗെറ്റ് എ ഗിൽറ്റി ഫീലിംഗ്, അയ്യോ ഞാൻ ഒത്തിരി ഭക്ഷണം കഴിച്ചു എനിക്ക് വെയിറ്റ് വരില്ല, അങ്ങനെ ഒരു സങ്കടം വരുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, ദേ വിൽ ഇൻഡ്യൂസ് ദ വോമിറ്റിംഗ്. അപ്പൊ അങ്ങനെ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്ത് വരുന്നതാണ് കാലസ്. കാലസ് എന്ന് പറഞ്ഞാല്, സോ ദിസ് ഇസ് ദാറ്റ് കാലസ് കണ്ടോ, നമ്മുടെ നക്കിൾസിന്റെ അവിടെ എന്താണ്, ഒരു തിക്കനിങ് ഓഫ് ദ സ്കിൻ. കാരണം എന്താണ്, റിപ്പീറ്റ് ആയിട്ട് ഫ്രിക്ഷൻ വരുന്നത് കൊണ്ട് അവിടെ തിക്കനിങ് വരും. അതിനാണ് നമ്മൾ റിസൾട്ട് സൈൻ എന്ന് പറയുന്നത്. റിസൾട്ട് സൈൻ ഇപ്പൊ നമ്മൾ ഈ അനോറെക്സിയ അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് വരുന്നവരിൽ ഫിസിക്കൽ അസസ്മെന്റിൽ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സൈക്കാട്രിക് പേഷ്യന്റിന് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ. വി ഡോണ്ട് സ്കിപ്പ് ദ ഫിസിക്കൽ എക്സാമിനേഷൻ ഫോർ ദ പേഷ്യൻസ്. ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചില ഡ്രഗ് അസോസിയേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യന്റിന് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഫിസിക്കൽ എക്സാമിനേഷനും മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിസൾട്ട് സൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നെയിംഡ് ബൈ എ ബ്രിട്ടീഷ് സൈക്കാട്രിസ്റ്റ് ജെറാൾഡ് റിസൽ. So it is a sign defined as callus on the knuckles or back of the hand. കാരണം എപ്പോഴും എന്താണ്, അവർ വായിൽ കൈയിട്ടിട്ട് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഫ്രിക്ഷൻ റിപ്പീറ്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ സ്കിന്നിന് തിക്നെസ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് the next is the binge eating disorder. Binge eating disorder എന്ന് പറഞ്ഞാൽ ബിഞ്ച് ഈറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഓവർ ആയിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷെ അവർക്ക് എന്താ, ബുലീമിയ നെർവോസയിലെ പോലെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചു, ഓക്കെ, ദെൻ അഗെയിൻ അവർ സ്ട്രെസ് വരുമ്പോൾ അഗെയിൻ ദേ വിൽ ടേക്ക് എ ബിഞ്ച് ഈറ്റിംഗ്. പക്ഷെ അവർക്ക് അങ്ങനെ അവരങ്ങനെ എന്താണ്, ഒരു ഗിൽറ്റി ഫീലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല,
ഫുഡ് അത് അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അവർ ഒരു ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യില്ല. സോ ദിസ് പേഴ്സൺസ് they have obese patient ആവാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള കാർഡിയാക് അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും ഈ പേഷ്യൻസിന് ഉണ്ടാവാം. then avoidant restrictive food intake disorder അല്ലെങ്കിൽ സെലക്റ്റീവ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചില ഫുഡുകൾ എന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാ ഫുഡുകളും പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ട് അവർ എടുക്കില്ല. ഇത് കഴിച്ചാൽ ഇത്ര ഫാറ്റ് കൂടും, ഇത് കഴിച്ചാൽ ഇത്ര കൊളസ്ട്രോൾ കൂടും, ഇത് കഴിച്ചാൽ ഇത്ര എനർജി, അങ്ങനെ അവർ തന്നെ ഓരോ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യില്ല, ദേ വിൽ നോട്ട് ടേക്ക് അഡിക്വേറ്റ് ഫുഡ്. അപ്പൊ അവർക്ക് മാൽനറിഷ്മെന്റ് വരാം, അണ്ടർ വെയിറ്റ് വരാം, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാവും. സോ ദീസ് ആർ ദ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വൈ നോട്ട് ഓപ്ഷൻ ബി ഡി എന്ന് ചോദിച്ചാല് ഈറ്റ് ഓൺലി 3 meals per day. അവർക്ക് സ്ട്രെസ് ഉണ്ട്, അവർക്ക് ഭയങ്കര സ്ട്രെസ് വരുമ്പോ അതിനോട് അവർ കോപ്പപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അവർക്ക് അങ്ങനെ ഒരു ഫുഡ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ ഒരു ദിവസം 3 meals മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവർ സീക്രട്ട് ബിഹേവിയറിൽ അല്ലെങ്കിൽ അവർ ഒളിച്ചു വെച്ച് കഴിക്കും, അല്ലെങ്കിൽ അവരെന്താണ്, അവർക്ക് അത് പറ്റില്ല. ദാറ്റ് ഇസ് അവരുടെ മെയിൻ കോസ് ഓഫ് എന്താണ് ബുലീമിക് ബിഹേവിയർ, എന്താണ് സ്ട്രെസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് അവരുടെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കി അത് വെന്റിലേറ്റ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ആ ഒരു ഈറ്റിംഗ് ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. An 70-year-old was sexually attacked while on her way home from school. She is brought to the hospital by her mother. Rape is an example of which type of crisis? Situational, advantageous, developmental, internal. Comment your answers. Comment your answers. Which is the example? Rape is an example of which type of crisis? Situational, advantageous, developmental, internal. Comment your answers. Option A. Option A. Option A. Okay, anyway, I can check. So that is D. Sorry, B. That is advantageous. നമുക്ക് നോക്കാം. അഡ്വാൻറ്റേഷ്യസ് ക്രൈസിസ് അല്ലെങ്കിൽ ഇതിനെ ഈവന്റ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയും. അപ്പൊ ഇറ്റ് ഈസ് എ ക്രൈസിസ് ഇൻവോൾവിംഗ് എ ട്രോമാറ്റിക് ഈവന്റ്. സോ ദിസ് ട്രോമാറ്റിക് ഈവന്റ് വിൽ നോട്ട് ബി എ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. അതായത് ട്രോമാറ്റിക് ഈവന്റ് കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ക്രൈമിന്റെ വിക്ടിം, അപ്പൊ അതിന് ആ ഒരു കേസിലാണ് എന്ത് ഈ ക്രൈസിസ് ട്രിഗർ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഇതിനോടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ക്രൈസിസിനാണ് നമ്മൾ അഡ്വാൻറ്റേഷ്യസ് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ക്രൈസിസ് ഇസ് എ സഡൻ ഈവന്റ് in one's life that disturb homeostasis during usual coping mechanism cannot resolve the problem. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഒരു സ്ട്രെസ് വന്നു, അപ്പൊ നമ്മുടെ ബോഡിയിൽ തന്നെ എന്തുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ഡിഫൻസ് മെക്കാനിസം അല്ലെ. അപ്പൊ ചില കേസിൽ വി ക്യാൻ യൂസ് അവർ ഡിഫൻസ് മെക്കാനിസം. അപ്പൊ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സ്ട്രെസ്സിനെ റിസോൾവ് ചെയ്യാം. പക്ഷെ എല്ലാ കേസിലും അത് പറ്റില്ല. അപ്പൊ ചില കേസിൽ നമ്മുടെ കോപ്പിംഗ് മെക്കാനിസം may not able to resolve the problem. സിവിയർ സ്ട്രെസ് അത് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ we will call it as crisis. ഓക്കെ. അപ്പൊ യൂഷ്വലി ക്രൈസിസ് പറയുമ്പോൾ സിറ്റുവേഷണൽ ക്രൈസിസ് ഉണ്ട് അല്ലെ, ജോബ് ലോസ്, ഡെത്ത് ഓഫ് ലവ്ഡ് വൺ, അങ്ങനെ നമ്മള് സിറ്റുവേഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ക്രൈസിസ്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റേപ്പ് അങ്ങനെയുള്ളതിന്റെ വിക്ടിംസ് ആവുന്നത് കൊണ്ടുള്ള ക്രൈസിസ്. ദെൻ ഡെവലപ്മെന്റൽ ഓർ മെച്ചുറേഷണൽ, അതായത് എന്താണ് പ്രഗ്നൻസി, +1 +2 പഠിച്ച ഒരു കുട്ടി ഗ്രാജുവേഷനിലേക്ക് പോകുന്നു, അതൊരു ക്രൈസിസ് ആണ്. ഇപ്പൊ MSc അല്ലെങ്കിൽ BSc നഴ്സിംഗ് പഠിച്ചവർക്കറിയാം, ഫസ്റ്റ് നമ്മൾ +1 +2 ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ കുറെ ക്രൈസിസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, കുറെ ക്രൈസിസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആകുമ്പോൾ അതിൻ്റെതായ ക്രൈസിസ്, അങ്ങനത്തെ നമ്മുടെ എഡ്യൂക്കേഷണൽ ബേസ് ചെയ്തിട്ടുള്ള ക്രൈസിസ്, മാരേജ് അല്ലെ, ഫ്രീ ആയിട്ട് നടന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ച് ആ ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ക്രൈസിസ്. ഓക്കെ. സൈക്കാട്രിക് എമർജൻസീസ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ crisis. Acute suicidal individual, drug overdoses, reaction to hallucinogenic drugs, acute psychosis, uncontrollable anger, alcohol intoxication also are examples of crisis. Okay. Then a nurse, Sarah, ensure a therapeutic environment for all the clients. Which of the following best describe a therapeutic milieu? ഇതിൽ ഏതാണ് ഒരു നഴ്സ് തെറാപ്യൂട്ടിക് എൻവയോൺമെന്റ് എന്താണ് എൻഷുർ ചെയ്തു എല്ലാ പേഷ്യന്റിനും? അപ്പൊ ഇതിൽ ഏതാണ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എ തെറാപ്യൂട്ടിക് മിലിയു?
What is therapeutic milieu? A therapy that rewards adaptive behavior, a cognitive living to change behavior, a living, learning or working environment, a permissive and cognial environment. Which statement will describe a therapeutic milieu? So what is that? Come into your answers. A, B, C, D. B. Okay, any other answers? B, B. So, now come. Answer is C. That is a living, learning or working environment. So, we can discuss that. What is therapeutic milieu? The therapeutic milieu എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം safe space. We have to provide a safe environment for the client. പേഷ്യന്റിന് നമ്മൾ ഒരു സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. But this concept was introduced by Philippe Pinel. അപ്പൊ നമുക്ക് ഓൾറെഡി പറഞ്ഞു ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി, മോറൽ തിയറി ഡെവലപ്മെന്റ്, മോറൽ തിയറി ഡെവലപ്പ് ചെയ്തത് ഫിലിപ്പി പീനേലാണ്. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് മിലിയു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഫിലിപ്പി പീനേൽ. So it is a structured environment that create a safe, secure place for people who are in therapy. Psychiatric treatment therapy patient safe, secure environment provide cheya. That is therapeutic milieu. And this milieu involve not only just the provision of a safe physical surrounding, but also supportive therapist and staff. About the supportive therapist and staff okay environment നമ്മൾ എന്ത് ചെയ്യാ പേഷ്യന്റിന് നല്ല safe, secure environment provide. So that is therapeutic milieu. But therapeutic milieu, therapeutic community തമ്മിൽ difference ഉണ്ട്. Therapeutic community ആണെങ്കിൽ അത് initiate ചെയ്തത് ആരാണ്? Maxwell Jones ആണ്. Okay. Then next is dyslexia. So what it means? Dyslexia, difficulty in motor coordination, difficulty in reading, difficulty in mathematics, difficulty in working. Oh, answer already vannu poi. Okay, so dyslexia means what? Difficulty in reading. Answer B. Appo endana? Specific learning disorders allengil specific learning disabilities in under il varunadana endu dyslexia. Appo ipo this is very very important. Ipo school age il allengil school kuttikalilokke kaanaപ്പെടുന്ന നമ്മൾ ഇപ്പോ ഏറ്റവും കൂടുതൽ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്? Specific learning disabilities. Okay, appo what is that? So it is a heterogeneous group of condition where in അതായത് ഈ ഡെഫിനിഷൻ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നത് എന്താണെന്ന്. ഇറ്റ് ഈസ് എ heterogeneous group of condition where there is a deficit in processing language, spoken, written, that may manifest itself as a difficulty to comprehend, speak, read, write, spell, or to do mathematical calculations. And include such conditions are perceptual disability, dyslexia, dysgraphia, dyscalculia, dyspraxia, and developmental aphasia. So simply പറഞ്ഞാല് it is a heterogeneous group of condition. പലതരത്തിലുള്ള കുറെ കണ്ടീഷൻസ് അല്ലെ കുറെ ഡിസോർഡേഴ്സ് അതിനെല്ലാം കൂടെ നമ്മൾ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്നതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. അപ്പൊ ഇതിലുള്ള കുട്ടികൾക്ക് എന്താണ്? ഒന്നെങ്കിൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല, ചില വാക്കുകൾ സ്പെല്ല് ചെയ്യാൻ പറ്റില്ല, ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സിമ്പിൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ കണ്ടീഷൻസിന് കളക്റ്റീവ്ലി വി വിൽ കോൾ ഇറ്റ് ആസ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ SLDS എന്ന് പറയും. അതിൽ വരുന്നതാണ് ഡിഫിക്കൽട്ടി ഇൻ മോട്ടോർ കോർഡിനേഷൻ, ദാറ്റ് ഇസ് ഡിസ്പ്രാക്സിയ. ഡിഫിക്കൽട്ടി ഇൻ മാത്തമാറ്റിക്സ്, സിമ്പിൾ മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക്, ഡിസ്കാൽക്കുലിയ. ഇപ്പൊ ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്, ഡിസ്ഗ്രാഫിയ. ഇപ്പൊ ചില നമ്മള് പിന്നെ എന്താണ് ഇൻഹാൻസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് കേസസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അസസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് എന്താണ് ഇപ്പൊ ഒരു 10th 9th ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കായാൽ പോലും നമ്മൾ ചെറിയൊരു പ്രോബ്ലംസ് ഒന്നും കൊടുത്താൽ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സിന് അണ്ടറിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. ദെൻ അഫേഷ്യ മീൻസ് ഇന്നബിലിറ്റി ടു കോംപ്രിഹെൻഡ് ഓർ ഫോർമുലേറ്റ് ലാംഗ്വേജ്. പറയുന്നത് അവർക്ക് ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ പറ്റില്ല, ശരിയായ രീതിയിൽ ലാംഗ്വേജ് ഫോർമുലേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണോ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്? Okay, the next question is,
Nurse X is monitoring a client who has been placed in a 4-point restraints. Because of violent behavior, nurse determines that it will be safe to remove the restraints when. For a patient 4-point restraints കടത്തിയിരിക്കുകയാണ്. അപ്പൊ പേഷ്യന്റിന്റെ എന്താണ് വയലന്റ് ബിഹേവിയർ എപ്പം റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ റീസ്ട്രെയിന്റ് നമ്മൾ എപ്പോഴാണ് വയലന്റ് ബിഹേവിയർ കുറഞ്ഞു അല്ലെങ്കിൽ പേഷ്യന്റ് ഓക്കെ ആണ് അപ്പൊ എപ്പോഴാണ് നമുക്ക് ആ റീസ്ട്രെയിന്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. Which statement indicate that the client verbalized the reason for the violent behavior. Client പറഞ്ഞു എന്താ violent behavior ന്റെ reason എന്നും. The client apologizes and tells the nurse that it will never happen again. ഇതുപോലെ ഇനി ആവർത്തിക്കില്ല സിസ്റ്റർ എന്ന് പേഷ്യന്റ് പറഞ്ഞു. No act of aggression have been observed within 1 hour after the release of 2 of the extremity restraints. 2 extremity restraints remove ചെയ്ത് 1 hour കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് aggressive behavior ഒന്നും ഇല്ല. Then the administered medication has taken effect. So which is the answer? Comment your answers. See, any other answers? Okay. So the answer is no act of aggression have been observed within 1 hour after the release of 2 extremity restraints. So ബാക്കിയുള്ള ഇന്റർവെൻഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പേഷ്യന്റ് പറഞ്ഞു അല്ലെങ്കിൽ പേഷ്യന്റ് തെറ്റ് അഡ്മിറ്റ് ചെയ്തു അതൊന്നും നമുക്ക് എന്താണ് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്താണ് റിലേബിൾ ആക്കി എടുക്കാൻ പറ്റില്ല. കാരണം എപ്പം വേണമെങ്കിലും പേഷ്യന്റ് അഗ്രസീവ് ആകാം പിന്നെ. അപ്പോ എന്താണ് 4-point restraints അല്ലെ restrain both arms and legs. അതിനാണ് നമ്മൾ 4-point restraints എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടാവും പേഷ്യന്റിനെ 4-point restrain ചെയ്ത് കഴിഞ്ഞാൽ 2 കൈയും 2 കാലും നമ്മൾ restrain ചെയ്യും. But the best indicator that a behavior is controlled if the client exhibit no signs of aggression after partial release of restraint. റീസ്ട്രെയിന്റിന്റെ പാർഷ്യൽ റീസ്ട്രെയിൻ നമ്മൾ റിലീസ് ചെയ്താലും പേഷ്യന്റ് അഗ്രസീവ് ഒന്നും കാണിക്കുന്നില്ല, പേഷ്യന്റ് കോമൺ ക്വയറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം that is a good indicator of removing the restraint. And when the patient is no longer danger to themselves or others, the restraint should be removed immediately. Patient okay ആയി calm ആണ്, restraints remove ചെയ്ത് സയൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ immediately you have to remove the restraints. When if the patient is no danger to themselves or others, പേഷ്യന്റിനും മറ്റുള്ളവർക്കും ഒരു ഡേഞ്ചർ അല്ലാന്ന് തോന്നുകയാണ് ഓക്കെ ആണെങ്കിൽ you have to remove the restraints. Then Capgras syndrome is most commonly seen in. This is our last assistant professor in the exam question. Capgras syndrome is most commonly seen in which condition? Paranoid schizophrenia, depression, mania, Klein-Levin syndrome. Klein-Levin syndrome. Paranoid schizophrenia, depression, mania, Klein-Levin syndrome. Comment your answers. Answer C. Any other answers? Capgras syndrome. C, A. Okay. So our answer is A. Paranoid schizophrenia. So what is Capgras syndrome? Or it is also called imposter syndrome or Capgras delusion. This is very, very important. Capgras syndrome is also known as imposter syndrome അല്ലെങ്കിൽ Capgras delusion. So people who experience this syndrome will have an irrational belief that someone they know or recognize has been replaced by an imposter. So simply പറഞ്ഞാല് ഇപ്പൊ ഒരു പേഷ്യന്റ് ഇപ്പം എനിക്ക് കാപ്ഗ്രാസ് സിൻഡ്രോം ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ അമ്മേനെ കണ്ടു, അല്ലെങ്കിൽ അമ്മേനെ കാണുമ്പോൾ ഞാൻ പറയാം ഇത് എന്റെ അമ്മയെ പോലെ തന്നെയുണ്ട്, എന്റെ അമ്മേന്റെ അതേ മുഖം, എന്റെ അമ്മ സംസാരിക്കുന്ന പോലെ തന്നെയുണ്ട് സംസാരിക്കുന്നത്, എന്റെ അമ്മ നടക്കുന്ന പോലെ തന്നെയുണ്ട്, പക്ഷേ ഇത് എന്റെ അമ്മയല്ല, ഇത് എന്റെ അമ്മേനെ പോലെ വേറെ ആരോ ഒരാളാണ്. സോ the patient will think that it is replaced by an imposter. സെയിം ആളെ കാണും, എല്ലാം അതുപോലെയാണെന്ന് പറയും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, പേഷ്യന്റ് അക്സെപ്റ്റ് ചെയ്യില്ല ഇത് ആ സെയിം പേഴ്സൺ ആണ്. വി വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോസ്റ്റർ ബൈ someone else, അല്ലെങ്കിൽ വേറൊരാള് ആ ഒരു പ്ലേസിലേക്ക് ഇമ്പോസ്റ്റർ ചെയ്തതാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ എന്ത് കാപ്ഗ്രാസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് mainly seen in paranoid schizophrenia. Paranoid schizophrenia ഉള്ള പേഷ്യന്റിലാണ് ഏറ്റവും കൂടുതൽ കാപ്ഗ്രാസ് സിൻഡ്രോം അല്ലെ കാപ്ഗ്രാസ് ഡെലൂഷൻ കാണുന്നത്. അതുപോലെ തന്നെ ഡിമെൻഷ്യ, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിൽ ഉള്ളവർക്കും കാണാം. Then it is more frequently occurs in female. മനസ്സിലായോ കാപ്ഗ്രാസ് സിൻഡ്രോം എന്താണെന്ന്? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ആണ് ക്ലൈൻ ലിവിൻ സിൻഡ്രോം.
So what is that Klein-Levin syndrome? It is a rare disorder characterized by recurrent episode of excessive sleep, that is hypersomnia, along with the cognitive and behavioral changes. Appo Klein-Levin syndrome is sleep abnormality aanu, adil excessive sleep aayirikkum. Chilappo avaru at a stretch 20 hours okke endu cheyam sleep like povam, along with the hypersomnia plus cognitive behavioral abnormalities undengil we can diagnose it as a Klein-Levin syndrome. Clear alle? So next is a male client is hospitalized with the fracture of the right femur and right humerus, sustained in motorcycle accident. The police suspect the client was intoxicated with the alcohol at the time of accident. The laboratory test revealed a blood alcohol level of 0.2%. The client later admits to drinking heavily for years. During hospitalization, the client periodically complains of tingling and numbness in the hands and feet. The nurse X realizes that the symptoms probably result from what? അതായത് ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരു ഫീമറിന് ഫ്രാക്ചർ ആയിട്ട് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് പേഷ്യന്റ് ആൽക്കഹോൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ പേഷ്യന്റ് ബ്ലഡ് ലെവൽ ഒക്കെ ചെക്ക് ചെയ്തു. പേഷ്യന്റ് പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് ആൽക്കഹോൾ കുടിക്കും, നന്നായിട്ട് ആൽക്കഹോൾ എടുക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ പേഷ്യന്റ് പറഞ്ഞു പേഷ്യന്റ് എന്താണ് കാലിനും കൈക്കും ഒക്കെ ഒരു നംനെസ്സും ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കാം? എ ട്രൈഗ്ലിസറൈഡ് ബിൽഡപ്പ്, ബി അസറ്റേറ്റ് അക്യുമുലേഷൻ, C, below normal serum potassium level, then D, thiamine deficiency. Comment your answers. Okay, option A, triglyceride buildup. Any other answers? Option A, option C, then any other answers? Okay, let me check. So the answer is thiamine deficiency. Above alcohol associate ചെയ്ത് വരുന്ന vitamin deficiency എന്ന് പറയുന്നത് ഏതാണ്? thiamine deficiency ആണ്. Okay, so numbness, tingling in the hands and feet are the symptoms of peripheral polyneuritis. So result from inadequate intake of B1 അല്ലെങ്കിൽ vitamin. Okay, vitamin deficiency, vitamin B1 അല്ലെങ്കിൽ thiamine deficiency secondary to prolonged excessive alcohol intake. So the treatment എന്ന് പറയുന്നത് എന്താണ്? ആൽക്കഹോൾ ഇൻടേക്ക് കുറയ്ക്കുക, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ തൈമിൻ ഡെഫിഷ്യൻസി അസോസിയേറ്റ് ചെയ്ത് വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. ദാറ്റ് ഇസ് ആൽക്കഹോളിക് അംനസ്റ്റിക് ഡിസോർഡറിൽ വരുന്നതാണ് വെർണിക്സ് എൻസെഫലോപ്പതി. So this is an acute reaction to severe deficiency of thiamine. So thiamine deficiency കൊണ്ട് ഉണ്ടാവുന്ന ഒരു ആൽക്കഹോൾ അംനസ്റ്റിക് ഡിസോർഡർ ആണ് വെർണിക്സ് എൻസെഫലോപ്പതി. This is very very important. And the commonest cause of being chronic alcohol. Chronic alcoholicsലാണ് കൂടുതലും എന്താണ് ഈ വെർണിക്സ് എൻസെഫലോപ്പതി വരുന്നത്. It is characteristically onset occurs after a period of persistent vomiting. അപ്പം യൂഷ്വലി പെർസിസ്റ്റന്റ് വോമിറ്റിംഗ്, ഒരു പീരീഡ് ഓഫ് പെർസിസ്റ്റന്റ് വോമിറ്റിംഗിന് ശേഷമാണ് ബാക്കിയുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ദ ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ സൈൻസ് ആർ ഒക്കുലാർ സൈൻസ്, ഹയർ മെന്റൽ ഫംഗ്ഷൻ ഡിസ്റ്റർബൻസസ് ഒക്കെയാണ് വെർണിക് എൻസെഫലോപ്പതിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. Then Korsakoff sign. So this is also associated with the deficiency of thiamine. So if a person with the diagnosed with the വെർണിക് എൻസെഫലോപ്പതി, അപ്പൊ വെർണിക് എൻസെഫലോപ്പതിയുടെ സിംറ്റംസ് കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് കോസാക്കോ സൈക്കോസിസ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് വെർണിക് കോസാക്കോ സിൻഡ്രോം എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് മെമ്മറി ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം, കൺഫാബുലേഷൻ ഉണ്ടാവാം, കൺഫ്യൂഷൻ ഉണ്ടാവാം, ഇമ്പയർമെന്റ് ഉണ്ടാവാം. അപ്പൊ കൺഫാബുലേഷൻ മീൻസ് വാട്ട്? സോ ഫില്ലിംഗ് ഓഫ് മെമ്മറി ഗ്യാപ്പ് by the imagination of the person. അല്ലെ, പേഷ്യന്റ് ഇമാജിനേഷനിൽ നിന്ന് ഒരു മെമ്മറി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ കൺഫാബുലേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ പേഷ്യന്റിനോട് എന്തെങ്കിലും ചോദിച്ചു, അപ്പൊ പേഷ്യന്റിന് അത് പറയാൻ പറ്റുന്നില്ല. അധികം ഈ ആൽക്കഹോൾ ഒക്കെ കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ADS ഉള്ളവരോട് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരോട് നമ്മളിപ്പോ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ഇമാജിനേഷൻ എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവർ ആ മെമ്മറി ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യും. സോ ലാക്ക് ഓഫ് അവയർനെസ് ദാറ്റ് എ മെമ്മറി ഫോൾസ് ഓർ ഡിസ്റ്റോർട്ടഡ്. അവരത് അക്സെപ്റ്റ് ചെയ്ത് തരില്ല, ഞാനത് മറന്നുപോയതാണ് അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്, മെമ്മറി മറന്നുപോയി അല്ലെങ്കിൽ മെമ്മറി ഫോൾട്ട് ഉണ്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്ത് തരില്ല. നോ മോട്ടിവേഷൻ ഫോർ ഡിസൈഡ്സ് ഓർ ലൈഫ്. ആ കള്ളം പറയുന്നതുകൊണ്ട് അവരങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇന്റൻഷനൽ ഒന്നും അല്ല, അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർ ചോദിക്കുന്നവരോട് ആ ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ദേ വിൽ ഫിൽ ദ ഗ്യാപ്പ്. പിന്നെന്താണ്
information is based on real memories. The misremembered information is based on real memories. അവരെങ്കിലും ചിലപ്പോ വേറെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാം, അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അവര് പറയാം. സോ ദാറ്റ് ഈസ് ദ confabulation, memory, filling of memory gap by the imagination of the patient. So the next is Mr. X is on lithium and has suffered from diarrhea and vomiting. What should the nurse in charge do first? A patient lithium therapy patient patient complaints of severe diarrhea and vomiting. What will be the nurse's action? The first prioritized action is A, recognize this as a drug interaction, give the client cognition, then reassure the client that these are common side effects of lithium therapy, then hold the next dose and obtain an order for a serum lithium level. Comment your answers. Answer D. Then answer C. Any other answers? Okay. We can check that. Okay, answer C. So the answer is D. That is hold the next dose and obtain an order for the start serum lithium level. എന്തുകൊണ്ടാണ് നമ്മൾ ആ lithium എന്താണ് ഹോൾഡ് ചെയ്യുന്നത് അല്ലെ വിത്ത്ഹോൾഡ് ചെയ്യുന്നത്? അപ്പൊ അതിനു മുമ്പ് the blood lithium level നോക്കാം. Therapeutic lithium level എന്ന് പറയുന്നത് എത്രയാണ്? 0.6 to 1.2 milli equivalents per liter. In case of acute mania, therapeutic mania treatment use therapeutic level 0.6 to 1.2 milliequivalents per liter. Lithium related question, definitely they will ask for your competitive exam. Lithium level intoxication blood workup lithium question repeated prophylactic level. Prophylactic level relapse prevention maintenance dose patient maintenance dose blood level 0.6 to 1 milliequivalents per liter. 0.8 to 1.2 normal toxic level if it is more than 2 milliequivalents per liter. Then lithium toxicity mild it is 1.5 to 2 milliequivalents per liter. We will call it as mild lithium toxicity. If it is greater than 2 to 2.5 moderate lithium toxicity, and if it is greater than 2.5 severe lithium toxicity. The diarrhea and vomiting are the manifestation of lithium toxicity. Early manifestations are in the diarrhea and vomiting. The next dose of lithium should be withheld and a test is done to validate the observation. Patient is complaint diarrhea, vomiting, immediately you have to withhold the next dose. That's common posting mental health hospital. Then monitoring of therapeutic levels include through the plasma level drawn 8 to 12 hours after the last dose. This is very, very important. Either relate to a question definitely item repeated item. The lithium sample hour duration land. 8 to 12 hours. Last dose early morning lithium test sample. Usual duration 12 hours. Then monitoring should be done 1 to 2 weeks until reaching the desired therapeutic level. Lithium toxicity patient 1 to 2 weeks monitor normal level. Once it comes to normal level we have to check the lithium for 2 to 3 months for 6 months. 6 months 2 മാസം കൂടുമ്പോ അതായത് 2 മാസം കൂടുമ്പോ നമ്മൾ 6 മാസത്തേക്ക് എന്ത് ചെയ്യാ lithium check ചെയ്തുകൊണ്ടിരിക്കുക. Okay. Then next is the Mr. X visits the physicians and the patient complained for depression and feeling of hopelessness, poor appetite, insomnia, fatigue and low self-esteem and decreased contraindication and difficulty making decision. The client stated that these symptoms began at 2 years ago. Based on this report, the nurse suspect the diagnosis of the patient. What may be the diagnosis of the patient? Cyclothymia, major depression, atypical affective disorder, dysthymia. The answer already we had discussed.
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. പേഷ്യന്റിന് ഡിപ്രഷന്റെ സൈൻസ് ഉണ്ടായിരുന്നു. പേഷ്യന്റ് പറഞ്ഞു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഇയേഴ്സോളം ആയി, അല്ലെങ്കിൽ 2 ഇയേഴ്സ് ആയിട്ട് പേഷ്യന്റിന് ഈ കംപ്ലൈൻസ് ഉണ്ടായിരുന്നു. എന്താണ് അത്? So answer is dysthymia. Okay, dysthymia നമ്മൾ ഓൾറെഡി പറഞ്ഞു. പെർസിസ്റ്റന്റ് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ഉണ്ട് പേഷ്യന്റിന്, അല്ലേ? ആ പേഷ്യന്റിന് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് 2 ഇയർ ആയിട്ട് ഈ മൈൽഡ് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഡിസ്തൈമിയ. അഡൾട്ടിലാണെങ്കിൽ 2 ഇയർ ആണ്. അഡൾട്ടിലാണെങ്കിൽ 2 ഇയർ, ചൈൽഡിലാണെങ്കിൽ 1 ഇയർ ആണ്. സൈക്ലോതൈമിയ ആണെങ്കിൽ മൈൽഡ് ഡിപ്രഷൻ വിത്ത് മൈൽഡ് ഹൈപ്പോമാനിയ. ഓക്കെ, സോ ദാറ്റ് ഇസ് സൈക്ലോതൈമിയ. Then fear of cat. ഇത് നമ്മുടെ പ്രീവിയസ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിയർ ഓഫ് കാറ്റ് ഈസ് വാട്ട്? ഫിയർ ഓഫ് കാറ്റ്. Aleurophobia, apiphobia, arachnophobia, astrophobia. What may be the answers? Comment your answers. Fear of cat. Fear of cat. Fear of cat. Fear of cat. B, A. Okay, let me check. So the answer is aleurophobia. So that is fear of cat. So phobia നമ്മൾ already discuss ചെയ്തു. It is a thought disorder and that is irrational fear to a stimulus, അല്ലേ? Persistent, excessive, unrealistic fear of an object, person, animal, activity or situation, that is phobia. അപ്പൊ ഇതിൽ നമ്മൾ ഒരുപാട് ഫോബിയാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ കൊടുത്ത ഫോബിയാസ് മാത്രം നമുക്ക് ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആപ്പിഫോബിയ, ഇന്റൻസ് ഫിയർ ഓഫ് ഡിസ്ലൈക്ക് ഓഫ് ബീസ്. ബീസിന് ഉള്ള ഡിസ്ലൈക്ക് അല്ലെ ഫിയർ ആണ്. അറക്നോഫോബിയ, ഇന്റൻസ് ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. Then astrophobia, intense fear of thunder or lightning. Thunder and lightning. Okay. The next is the nurse X is aware that the following medical conditions are commonly found in client with bulimia nervosa. This also you can answer. ഏതാണ്? അലർജീസ്, ക്യാൻസർ, ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ്. നിങ്ങളുടെ കോമൺ സെൻസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ പറയാം. തെറ്റിക്കരുത്. തെറ്റിച്ചാല് നിങ്ങൾ നിങ്ങളുടെ ഒരു അവസരമാണ്, ഈ ഒരു എക്സാമിന് ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. Read your answer, use your common sense and use your knowledge and answer. ഏതാണ് ആൻസേഴ്സ്? ഏതാണ്? ബുലീമിയ നെർവോസ, ബിഞ്ച് ഈറ്റിംഗ് ആണ്. പേഷ്യന്റിന് ഏത് ഡിസോർഡർ വരാനാണ് സാധ്യത കൂടുതൽ? Okay, the answer is C. Bulimia nervosa can lead to many complications including diabetes mellitus, hypertension, cardiac diseases. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. Then Mr. X with manic episode is taking lithium. Which electrolyte level should the nurse check before administering this medication? അപ്പോൾ പേഷ്യന്റിന് ലിഥിയം ഓൺ തെറാപ്പി ആണ്. അപ്പൊ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? സോഡിയം, കാൽസ്യം, പൊട്ടാഷ്യം, ബൈകാർബണേറ്റ്. സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ്. കമന്റ് യുവർ ആൻസേഴ്സ്. Okay, so that is sodium. So this is very, very important. So if the sodium level are reduced, such from sweating or diuresis, lithium will be reabsorbed by the kidney, increasing the risk on toxicity. അതായത് ഈ ലിഥിയവും സോഡിയം തമ്മിൽ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അതായത് നമ്മുടെ ബ്ലഡില് സോഡിയത്തിന്റെ ലെവൽ കുറഞ്ഞാല് നമ്മുടെ ലിഥിയം എന്താണ് ബോഡിയിൽ റീഅബ്സോർബ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. So if the sodium level is decreasing, increasing the lithium reabsorption. കിഡ്നിയിലെ ലിഥിയം റീഅബ്സോർബ് ചെയ്യുന്നത് കൂടും. അപ്പൊ എന്താണ്? ടോക്സിസിറ്റിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, ലിഥിയം എടുക്കുന്ന ഒരു പേഷ്യന്റിനോട് നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമാണ്, should not restrict their intake of sodium and should drink adequate amount of fluid each day. ഇപ്പൊ പേഷ്യന്റിനോട് നമ്മൾ പറയണം
യാതൊരു കാരണവശാലും നോർമൽ ഡയറ്റിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താൻ പാടില്ല. സോൾട്ട് ഇൻടേക്കിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല. അതുപോലെ തന്നെ 2 to 3 liters ധാരാളം വെള്ളം കുടിക്കണമെന്ന് പേഷ്യന്റിനോട് എപ്പോഴും പറയണം. ആൻഡ് ഓൾസോ യു ഹാവ് ടു മോണിറ്റർ ദ ക്ലയന്റ് ഫോർ ഇൻ സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ. അതുപോലെ തന്നെ എക്സസീവ് സ്വെറ്റിങ്, ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്, അതായത് ഹൈപ്പോനട്രീമിയ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്യുക. പേഷ്യന്റിന്റെ ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്യുക. ലിഥിയം പ്രീ വർക്കപ്പ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ലിഥിയം പ്രീ വർക്കപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കുറെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മോണിറ്റർ ദ ഇലക്ട്രോലൈറ്റ്, എസ്പെഷ്യലി സോഡിയം. ക്ലിയർ ആണോ? Then next is deficiency of serotonin causes what? Already answer അവിടെ ഉണ്ട്. ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, മാനിയ, ടോർട്ടർ സിൻഡ്രോം. സോ നമുക്കറിയാം ഡെഫിഷ്യൻസി ഓഫ് സെറാട്ടോണിൻ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രഷൻ ആണ്. ഇത് നമ്മുടെ ലാസ്റ്റ് DME എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സ്കിസോഫ്രീനിയയിലാണ് നമുക്കറിയാം ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്, ഡോപ്പമിന്റെ ലെവല് കൂടുതലാണ്. അപ്പൊ അതുപോലെ തന്നെ മാനിയൽ ആണെങ്കിൽ നോറെപ്പിനെഫ്രിന്റെ ലെവല് കൂടുതലായിരിക്കും, ഡോപ്പമിന്റെ ലെവല് കൂടുതലായിരിക്കും. Next is Tourette syndrome. So what is Tourette syndrome? So Tourette syndrome is typically characterized by multiple motor tics and multiple vocal tics. Motor ticsum vocal ticsum കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതിനാണ് നമ്മൾ Tourette syndrome എന്ന് പറയുന്നത്. So before that, what is tics? Tics എന്താണ് ആദ്യം അറിയണ്ടേ? It is an abnormal involuntary movement which occurs suddenly, repeatedly, rapidly, is a purposeless in nature. അപ്പൊ ചില സമയത്ത് നമ്മളിങ്ങനെ തൊണ്ട കൊണ്ടൊക്കെ ഇങ്ങനെ സൗണ്ട് ആക്കില്ലേ, പല സൗണ്ടുകളാക്കും. ചിലരിങ്ങനെ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യും അല്ലെ, ചിലപ്പോ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അടിച്ച് സൗണ്ട് ഒക്കെ കേൾപ്പിക്കും. അപ്പൊ അതുപോലെ തന്നെ വെർബൽ ആയിട്ടുള്ളതും മോട്ടോർ ആയിട്ടുള്ള ഇതുപോലെ പർപ്പസ്ലെസ് അബ്നോർമൽ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ ടിക്സ് എന്ന് പറയുന്നത്. ഇഫ് എ പേഷ്യന്റ് വിത്ത് മോട്ടോർ ടിക്സ് ആൻഡ് വോക്കൽ ടിക്സ്, മോട്ടോർ ടിക്സും വോക്കൽ ടിക്സും ഒരുമിച്ച് ഒരു പേഷ്യന്റിൽ ഉണ്ടെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ടോർട്ടർ സിൻഡ്രോം. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 year ആണ്. മോർ ദാൻ 1 year ഈ രണ്ട് ടിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പേഷ്യന്റ് ടോർട്ടർ സിൻഡ്രോം ആണ്. ഓൺസെറ്റ് യൂഷ്വലി ബിഫോർ 11 years, എപ്പോഴും കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓൾമോസ്റ്റ് ബിഫോർ 21 years ഓഫ് ഏജിലാണ് കൂടുതലായിട്ടും അതിന്റെ സിംറ്റംസ് ഡൊമിനേറ്റ് ചെയ്ത് വരുന്നത്. ഡിസോർഡർ ഈസ് യൂഷ്വലി മോർ കോമൺ ഇൻ മെയിൽ. അപ്പൊ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദിസ് ഫിലിം ഹിച്ച്കി. സോ ദിസ് ഇസ് ഡീകോഡിംഗ് ദ ടോർട്ടർ സിൻഡ്രോം. അപ്പൊ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ കണ്ടീഷൻ പറയുമ്പോൾ ഓരോ സിനിമയുടെ പേര് പറയുന്നത് നമ്മള് സിനിമയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഓർത്തിരിക്കും. നമ്മൾ പഠിച്ച ഒരു കാര്യം അല്ലൊരു ഡെഫിനിഷനോ അല്ലൊരു കണ്ടീഷനോ കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റീകളക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മറന്നുപോകും. പക്ഷെ നമ്മളോട് എപ്പോഴും ഒരു സിനിമയുടെ കഥ ചോദിച്ചാൽ ആ സീനിന് ശേഷം അടുത്തത് എന്താണ്, അല്ലെങ്കിൽ ഈ പാട്ട് അത് ഏത് സിനിമയിൽ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും. കാരണം എന്താ, ഇടയ്ക്കിടയ്ക്ക് നമ്മളത് റീകളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, തമാശകളൊക്കെ പറയുമ്പോഴായിരിക്കും അല്ലെ പാട്ട് കേൾക്കുമ്പോഴായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ചില ഫിലിംസ് വെച്ചിട്ട് ചില കണ്ടീഷൻസ് നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ. അപ്പൊ ടോർട്ടർ സിൻഡ്രോം ഹിന്ദി മൂവിയാണ്, പക്ഷെ നല്ലൊരു മനോഹരമായിട്ട് ഈ ടോർട്ടർ സിൻഡ്രോം അതിന്റെ ഡയഗ്നോസിസ്. അപ്പൊ അതിനകത്ത് റാണി മുഖർജി അതില് മോട്ടോർ ടിക്സും ഉണ്ട്, വോക്കൽ ടിക്സും ഉണ്ട്. അപ്പൊ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടും. അപ്പൊ അവിടെ ആ ഒരു പ്രോബ്ലം വരുന്നത് എങ്ങനെയാണ്, അതിന്റെ സിംറ്റംസ് എന്താണ്, അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിന്റെ ഫാക്ടേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി പറഞ്ഞ ഒരു ഫിലിമാണ് ഹിച്ച്കി. ദിസ് ഫിലിം ഡീകോഡഡ് ദ സിൻഡ്രോം വെരി വെൽ. പറ്റുന്നവരെ കണ്ടു നോക്കുക. ഓക്കെ. The next question is father of psychoanalysis. ഇത് നമ്മുടെ DMEക്ക് ചോദിച്ചതാണ്. സിഗ്മണ്ട് ഫ്രൂഡ്, എറിക് എറിസൺ, അബ്രഹാം മാസ്ലോ ആൻഡ് വാട്സൺ. Comment your answers. Father of psychoanalysis. Comment your answers. Option A. Okay. So എല്ലാരും majority A ആണ്. So the answer is A. Sigmund Freud is the father of psychoanalysis. Okay, the John Broadus Watson, JB Watson is the founder of behaviorism. Eric Erikson, theory of psychological development of human beings. Then Abraham Maslow, known for creating Maslow's hierarchy of needs. Okay. So next question is the 31st question is, nurse Alice is caring for a client being treated for alcoholism. Before initiating the therapy with the disulfiram, the nurse teaches the client that he must read the labels carefully on which of the following products.
Carbonate beverages, aftershave lotion, toothpaste, and cheese. Read the question and comment your answers. A patient alcoholism, ADS ഉള്ള ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാണ്. പേഷ്യന്റ് ഡൈസൾഫറാം തെറാപ്പി ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പൊ പേഷ്യന്റിനോട് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പേഷ്യന്റിന് നഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും അതിന്റെ കണ്ടന്റ് വായിച്ചു നോക്കണം എന്ന് പറയാണ്. ഏതായിരിക്കും? എ, ബി, ഡൈവേഴ്സ് ഓഫ് ആൻസേഴ്സ്. പോരട്ടെ, ഇനിയും പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. A, B. Any other answers? A, B, B. Okay. So the answer is B. Aftershave lotion. Why it is? എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? അതിനകത്തൊക്കെ ഒരു പെർസെന്റേജ് ഓഫ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടല്ലേ. അപ്പൊ എന്താണ്? ഡൈസൾഫറാം തെറാപ്പി. So it is a deterrent agent, അല്ലെങ്കിൽ also known as alcohol sensitizing agent. അല്ലെങ്കിൽ this is also used known as and abuse. ഈ മൂന്ന് പേരിൽ പറയുന്നത് എന്താണ്? ഡൈസൾഫറാം ആണ്. Okay. So it was discovered in 1930s. So who wish to curb impulse of drinking? Though this is very very important in regarding the disulfiram drug. ഈ ഡൈസൾഫറാം ഡ്രഗ് എന്ന് പറയുന്നത് പേഷ്യന്റിന് സ്വന്തമായിട്ട് ആൽക്കഹോളിന്റെ ഇൻടേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസ് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുടി നിർത്തണം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ മദ്യപാനം നിർത്തണം എന്ന് തോന്നുന്ന ഒരു പേഷ്യന്റിൽ മാത്രമേ ഡൈസൾഫറാം തെറാപ്പി എന്ത് ചെയ്യാവുള്ളൂ, നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദാറ്റ് മേ ലീഡ്സ് ടു വെരി ലീതൽ കോംപ്ലിക്കേഷൻ. സ്വന്തമായിട്ട് എനിക്ക് മദ്യപാനം നിർത്തണം. നമ്മൾ തന്നെ പല പോസ്റ്റിങ്ങിന് പോകുമ്പോൾ പല പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ടാവാം. ഡി അഡിക്ഷൻ വാർഡിലൊക്കെ നോർമൽ ആയിട്ട് പേഷ്യന്റ് പോകും. ചിലപ്പോൾ നമ്മുടെ ഒരു വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്താവും, പേഷ്യന്റ് വീണ്ടും മദ്യപിച്ചിട്ട് തിരിച്ചു വരുന്നവരെ നമുക്ക് കാണാം. അപ്പൊ പേഷ്യന്റിന് സെൽഫായിട്ട് ഇത് നിർത്തണം എന്ന് തോന്നുന്ന ഒരു പേഷ്യന്റിൽ മാത്രമേ നമ്മൾ ഈ ഡിറ്ററന്റ് തെറാപ്പി അല്ലെങ്കിൽ ഡൈസൾഫറാം തെറാപ്പി ഇനീഷ്യേറ്റ് ചെയ്യാവുള്ളൂ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. വി നീഡ് ടു ഗെറ്റ് എ കൺസെന്റ് ഫ്രം ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് കൺസെന്റ്, ഈ എല്ലാ റിസ്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു കൺസെന്റ് പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് വാങ്ങണം. ഓക്കെ. ആൽക്കഹോൾ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇഫ് എ പേഷ്യന്റ് ഈസ് ഇൻജസ്റ്റിംഗ് ആൽക്കഹോൾ, അപ്പൊ ഈതൈൽ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അത് എന്താണ്, അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറും. അപ്പൊ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എൻസൈമിന്റെ സാന്നിധ്യത്തിൽ അസറ്റാൽഡിഹൈഡ് വിൽ കൺവേർട്ടഡ് ടു അസറ്റേറ്റ് ആൻഡ് ദെൻ കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് ബോഡിയിൽ നിന്ന് പോകും. അപ്പൊ ഈ പേഷ്യന്റ് ഡൈസൾഫറാം എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻസ്? എന്താ അവിടെ സംഭവിക്കുന്നത്? സോ ഡൈസൾഫറാം വിൽ ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എൻസൈം. അപ്പൊ ഈ എൻസൈമിന്റെ ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്ന ബോഡിയിൽ? അസറ്റാൽഡിഹൈഡ് വിൽ നോട്ട് കൺവേർട്ട് ടു അസറ്റേറ്റ്. അസറ്റാൽഡിഹൈഡ് അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? there is increases the elevation of acetaldehyde in the blood. അപ്പൊ അസറ്റാൽഡിഹൈഡിന്റെ ബ്ലഡിൽ അസറ്റാൽഡിഹൈഡിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. സോ ദിസ് മേ ലീഡ്സ് ടു ഡൈസൾഫറാം എത്തനോൾ റിയാക്ഷൻ, അല്ലെങ്കിൽ DER എന്ന് പറയും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. DER അല്ലെങ്കിൽ ഡൈസൾഫറാം എത്തനോൾ റിയാക്ഷൻ. ഇപ്പൊ എന്താണ്? സോ ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്ലഷിംഗ്, ടക്കികാർഡിയ, ഹൈപ്പോടെൻഷൻ, ടക്കിപ്നിയ, പാൽപിറ്റേഷൻ, ഹെഡേക്ക്, സ്വെറ്റിംഗ്, നോസിയ, വോമിറ്റിംഗ്, ഗിഡിനസ്, sense of impending doom or associated with severe anxiety. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ പേഷ്യന്റ് കാണിക്കും. അതാണ് ഡൈസൾഫറാം എത്തനോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് അക്യുമുലേഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് ഇൻ ദ ബ്ലഡ്. സോ ഓൺസെറ്റ്, ഇപ്പൊ പേഷ്യന്റ് ആൽക്കഹോൾ കഴിച്ചു, ഡൈസൾഫറാം തെറാപ്പി ഉള്ള പേഷ്യന്റ് ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ വിത്തിൻ 30 മിനിറ്റ്സിൽ എന്ത് ചെയ്യും? ഇതിന്റെ എന്താണ് റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഫുൾ ബ്ലോൺ ഓൺ വിത്തിൻ 1 hour. ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് സിംറ്റംസും പേഷ്യന്റിന് വരും. ഓക്കെ. ദെൻ സബ്സൈഡ്സ്, ദാറ്റ് ഈസ് വിത്തിൻ 2 hours ഓഫ് ഇൻജക്ഷൻ ഓഫ് ആൽക്കഹോൾ. അപ്പോ ഒരു 2 മണിക്കൂറിന് ശേഷം ഈ സിംറ്റംസ് ഒക്കെ എന്ത് ചെയ്യും? സബ്സൈഡ് ചെയ്യും. ഇഫ് ദ പേഷ്യന്റ് took a very less amount of alcohol, വളരെ ചെറിയൊരു ആൽക്കഹോളിന്റെ എമൗണ്ട് ആണ് എങ്കിലാണ് ഈ ഒരു റിയാക്ഷനിൽ അത് സബ്സൈഡ് ചെയ്ത് പോവുള്ളൂ. ഇഫ് ഇൻ സെൻസിറ്റീവ് പേഷ്യന്റ് ഓർ ഇഫ് ദ പേഷ്യന്റ് ഹാവ് ഇൻജസ്റ്റഡ് ലാർജ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ, നിറയെ മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിലാണെങ്കിൽ ദിസ് DER ക്യാൻ ബി സിവിയർ ഓഫ് ഫെറ്റാലിറ്റി എഫക്ട്, അല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാം. ദിസ് മേ ഡ്യൂ ടു ഷോക്ക്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, കൺവൽഷൻ, ഹൈപ്പോക്സിയ, കൺഫ്യൂഷൻ ആൻഡ് കോമ, ഫൈനലി ലീഡ്സ് ടു ഡെത്ത് ഓഫ് ദ പേഷ്യന്റ്.
So this is very, very important. About DER കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഡൈസൾഫ്രാം കൊടുക്കുമ്പോ a nurse must educate the client regarding the DER അല്ലെങ്കിൽ ഡൈസൾഫ്രാം എത്തനോൾ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പേഷ്യന്റിന്റെ കൺസെന്റ് എടുക്കണം. അതുപോലെ തന്നെ പേഷ്യന്റിനോട് ഡൈസൾഫ്രാം തെറാപ്പിയിലുള്ള പേഷ്യന്റ് ആണ് അത് യൂസ് ചെയ്യുന്ന ഒരു കാർഡ് പേഷ്യന്റിനോട് എപ്പോഴും കയ്യിൽ കരുതാൻ വേണ്ടി നമ്മൾ പറയണം കേട്ടോ. Okay, so the dose is 250 to 500. അപ്പൊ നമ്മൾ ഇനീഷ്യലി 250 mg ഡോസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ തെറാപ്പി ഡോസ് കുറയ്ക്കുന്നതും ടാപ്പർ ചെയ്താണ്, അതായത് ഡോസ് കുറച്ചാണ് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഡൈസൾഫ്രാം തെറാപ്പി, ഡൈസൾഫ്രാം എത്തനോൾ റിയാക്ഷൻ ആൻഡ് ദ റോൾ ഓഫ് എ നഴ്സ് ക്ലിയർ ആണല്ലോ? Okay, so next we will move on to the next question. The nurse X develops a counter transference reaction. This evidenced by a patient in a nurse in a counter transference develop ചെയ്തു. So എങ്ങനെ നമുക്ക് ഈ ഏത് സ്റ്റേറ്റ്മെന്റിൽ നിന്നത് മനസ്സിലാക്കാം? A, revealing personal information to the client, focusing on the feeling of client, confronting the client about discrepancies in the verbal and non-verbal behavior. The client feels angry towards the nurse who resembles his mother. So ഏതായിരിക്കും? നഴ്സിന് ഒരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഡെവലപ്പ് ചെയ്തു. അപ്പം so which statement is indicating that? Comment your answers. Comment your answers. C. Okay, C. Any other answers? So let me check. B. Okay. So that is revealing personal information to the client. So what is transference and what is counter transference? So counter transference is therapeutic communication important terms transference and counter transference. So what is that? Counter transference is an emotional reaction of the nurse towards the client based on her unconscious need and conflict. സിംപ്ലി പറഞ്ഞാല് ഒരു തെറാപ്പിയുടെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷന്റെ ടൈമില് ഒരു നഴ്സിന് ഒരു പേഷ്യന്റിനോട് തോന്നുന്ന ഒരു ഇമോഷണൽ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ, ഒരു അറ്റാച്ച്മെന്റ് ടു ദ നഴ്സ് ടു ദ പേഷ്യന്റ്, അതിനാണ് നമ്മൾ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഏതാണ് ശരി? പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ അല്ലാത്തൊരു കേസിൽ നമ്മൾ പേഷ്യന്റിനോട് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ then what is transference? Is the concept of a client redirecting feeling mean for other onto the therapist. Patient in the therapist node തോന്നുന്ന feeling ആണ് നമ്മൾ transference എന്ന് പറയുന്നത്. It may be positive or negative. ചിലപ്പോൾ ദേഷ്യപ്പെടാം, ചിലപ്പോൾ നല്ല രീതിയിലും വരാം. അത് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി രണ്ട് രീതിയിലും വരാം. ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് ഫീലിംഗ്, പേഷ്യന്റിന് നഴ്സിനോടുള്ള ഫീലിംഗ്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് നേഴ്സിന് പേഷ്യന്റിനോടുള്ള ഫീലിംഗ്സ്. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി കൺഫ്യൂഷൻ വരില്ലല്ലോ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും. ഓക്കെ, the next is flumazenil has been ordered for a male client who has overdose on oxazepam. Okay, oxazepam. Before administering the medication, the nurse X should be prepared for which common adverse effect? നമ്മള് ഫ്ലുമാസെനിൽ കൊടുക്കുന്ന ഒരു പേഷ്യന്റിന് ഇതിൽ ഏത് അഡ്വേഴ്സ് എഫക്ട് വരാനാണ് സാധ്യത? അപ്പൊ നഴ്സ് ഏത് അഡ്വേഴ്സ് എഫക്ട് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത്? സീഷർ, ഷിവറിംഗ്, ആങ്സൈറ്റി, ചെസ്റ്റ് പെയിൻ. So what is your answer? Seizure, shivering, anxiety, chest pain. Comment your answers. Answer A. Any other answers? Answer A. Okay. So the answer is seizure. The flumazenil എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബെൻസോഡയസെപ്പിൻസിന്റെ ആന്റിഡോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ പേഷ്യന്റിന് there is a high risk of developing seizure. അപ്പൊ നമ്മള് നേഴ്സ് എപ്പോഴും ഈ പേഷ്യന്റ് ഈ ഡ്രഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സീഷർ പ്രിക്കോഷൻസ് ഒക്കെ റെഡിയാക്കി വെക്കണം. ഷിവറിംഗ് അതിന്റെ ഒരു സൈഡ് എഫക്ട് ആയിട്ട് വരുന്നില്ല. ആങ്സൈറ്റി, ചെസ്റ്റ് പെയിൻ, there is a chance of getting this anxiety and chest pain. പക്ഷെ അത് വളരെ മൈൽഡ് ലെവലില് റയർ ആയിട്ട് മാത്രമേ വരുള്ളൂ. എന്താണ് അതിന്റെ മേജർ സൈഡ് എഫക്ട് അല്ല അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? സീഷർ. അവിടെ നമ്മൾ സീഷർ പഠിച്ചു. അതുപോലെ തന്നെ ബെൻസോഡയസെപ്പിൻ ഓവർഡോസിന്റെ ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് ഫ്ലുമാസെനിൽ അല്ലെങ്കിൽ റൊമാസിക്കോൺ. ഓക്കെ, മറന്നു പോകരുത്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. Then
MSc, നമ്മുടെ DSMയുടെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. MSc means what? Simply, everybody can answer. Mental screening examination, mood screening examination, mood status examination, mental status examination. എന്താണ് mental status examination? So simply means mental status examination. അപ്പൊ നമ്മൾ ഷോർട്ട്ലി എന്താണ് mental status examination? എന്തൊക്കെ വരുന്നുണ്ട്? General appearance and behavior, അല്ലേ? General appearance, attitude towards examiner, comprehension, gait and posture, motor activity, social manner, rapport, അതൊക്കെയാണ് general appearance and behaviorൽ കിടക്കുന്നത്. പിന്നെ സ്പീച്ച്, ഇതിൽ നമ്മൾ റേറ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സ്പീച്ച്, വോളിയം ആൻഡ് ടോൺ ഓഫ് സ്പീച്ച്, ഫ്ലോ ആൻഡ് റിതം ഓഫ് സ്പീച്ച്. അപ്പൊ ഓരോന്നിലും എങ്ങനെയാണ് നമ്മൾ അത് അസസ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെയാണ് അബ്നോർമാലിറ്റീസ് എന്നൊക്കെ നമ്മൾ അസസ് ചെയ്യും. Then mood and affect, thought, നമ്മൾ പറഞ്ഞു stream and form of thought, content of thought. അപ്പൊ ഇതിലാണ് നമ്മൾ thought disorders ഐഡന്റിഫൈ ചെയ്യുന്നത്. Then perception, നമ്മൾ പറഞ്ഞു illusion, hallucination, depersonalization, derealization, അങ്ങനെ കുറെ പെർസെപ്ഷൻ അബ്നോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതിലെ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ മനസ്സിലാക്കും. Then cognition. So this cognition is also known as higher mental function. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹയർ മെന്റൽ ഫംഗ്ഷനിൽ വരുന്നത് ഏത്. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ഓപ്ഷൻ തരാം, ഇതും തരാം. അപ്പം എപ്പോഴും മാറിപ്പോവരുത്. കൊഗ്നിഷൻ എന്ന് പറയുന്നതിന്റെ അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹയർ മെന്റൽ ഫംഗ്ഷൻ. അതിൽ കോൺഷ്യസ്നെസ്, ഓറിയന്റേഷൻ, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. ദെൻ ഫൈനലി ഇൻസൈറ്റ് ആൻഡ് ജഡ്ജ്മെന്റ്. ഇൻസൈറ്റ് നമ്മൾ 6 ഇൻസൈറ്റ് ഉണ്ട്, അതിന്റെ ലെവൽസ് അല്ലെ, ടൈപ്സ് 6 രീതിയിലാണ് നമ്മളത് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ജഡ്ജ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻസിൽ അസസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് ഇപ്പൊ വരികയാണെങ്കിൽ കുറെ ഡോട്ട്സ് ആണ്. സോ വി ഹാവ് ടു ഡ്രോയിങ് ദ ഡോട്ട്സ് അല്ലെ. നമ്മൾ ആ ഡോട്ട്സ് എല്ലാം കൂടി ഡ്രോ ചെയ്ത് ഫൈനലി we will get a conclusion from the dots, അല്ലെ conclusion from the symptoms. കുറെ സിംറ്റംസ് ആയിട്ടൊരു പേഷ്യന്റ് വരും. അപ്പൊ നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഉപയോഗിച്ച് പേഷ്യന്റിനെ അസസ് ചെയ്ത് പേഷ്യന്റിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്നോസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈക്കാട്രിയുടെ അല്ലെ മെന്റൽ ഹെൽത്തിന്റെ എന്താണ് മെയിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കോ ഫീച്ചർ എന്താണ്, ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എന്താണ് ഏരിയ എന്ന് പറയുന്നത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ്. മറ്റുള്ള ഡിസോർഡേഴ്സ്, ഇപ്പൊ നമുക്കിപ്പോ ഒരു നെഞ്ചുവേദനയായിട്ടൊരു പേഷ്യന്റ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബ്ലഡ് ഓർഡർ ചെയ്യും, ECG എടുക്കും, അങ്ങനെ നമുക്ക് കുറെ ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉണ്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഇൻ കേസ് ഓഫ് സൈക്കാട്രി only tool is the mental status examination and physical examination. ആ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ വഴിയാണ് നമ്മൾ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ അല്ലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് മാറും, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് മാറും, എവറിത്തിങ് വിൽ ബി ഹാമ്പേർഡ്. അപ്പൊ നിങ്ങൾ നല്ല ഒരു അവബോധം എന്തിൽ ഉണ്ടാക്കണം, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിൽ ഉണ്ടാക്കണം, ആ ടേംസിൽ ഉണ്ടാക്കണം. ഓക്കെ. Then lysergic acid ഡൈഇഥൈലമൈഡ് അല്ലെങ്കിൽ നമ്മുടെ LSD എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് DMAയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആന്റി സൈക്കോട്ടിക്സ്, ആന്റി ഡിപ്രസന്റ്, ആന്റി ആൻസൈറ്റിക് or hallucinogen. So comment your answers. What is LSD? What is LSD? Any answers? Option D. Any other answers? So the answer is hallucinogen. So what is hallucinogen? Hallucinogen എന്ന് പറഞ്ഞാൽ എന്താണ്? So hallucinogen means, so hallucinogen, okay, option D, C, not C. This our answer is D. So hallucinogen എന്ന് പറഞ്ഞാൽ എന്താണ്? Hallucinogen is a psychoactive agent that often or ordinarily cause hallucinations or perceptual abnormalities or and other substantial subjective changes in thought, emotion, consciousness. അതായത് പേഷ്യന്റിന്റെ ഇമോഷൻസില് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൊഗ്നിഷനില്, തോട്ടില്, പെർസെപ്ഷനില്, ഇതിലൊക്കെ അബ്നോർമാലിറ്റീസ് വരുത്തുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ഹാലൂസിനോജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. Then IQ 55 to 70 indicates mild intellectual deficiency, moderate ID, severe ID and profound ID. So ഏതാണ്? If the IQ is range between 55 to 70 ആണെങ്കിൽ നമ്മൾ അത് ഏതാണ്? Whether it is mild, moderate, severe or profound. Comment your answers. ഏതാണ്? If it is 55 to 70 ആണെങ്കിൽ option D. Okay, D. Then
ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾ റോങ് ആൻസേഴ്സ് ചെയ്താൽ നിങ്ങളുടെ ഒരു ചാൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. സോ റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് പുട്ട് യുവർ ആൻസേഴ്സ്. So the answer is A, mild intellectual deficiency. Okay, so ഈ ഡി പറഞ്ഞവര് നോക്കുക എന്തുകൊണ്ടാ ഡി അല്ല എന്നുള്ളത്. കാരണം നമ്മൾ മെന്റൽ റീടാർഡേഷൻ പറയുമ്പോൾ IQ ബേസ്ഡ് ഓൺ ദ IQ വി ആർ ക്ലാസിഫൈ ദ മെന്റൽ റീടാർഡേഷൻ ഇൻടു 4 ടൈപ്സ് അല്ലേ. അപ്പൊ IQ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈൽഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് 50 to 70. ഇഫ് ദ IQ 50 to 70 ആണെങ്കിൽ നമ്മൾ അതിന് മൈൽഡ് MR എന്ന് പറയും, അല്ലെങ്കിൽ മൈൽഡ് ഇന്റലക്ച്വൽ ഡെഫിസിറ്റ് എന്ന് പറയും. സോ ദാറ്റ് ഈസ്, സോ ദീസ് ഗ്രൂപ്പ്സ് ആർ എഡ്യൂക്കബിൾ, നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ്സ് ആണ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് IQ ഈസ് 35 to 50, ദാറ്റ് ഈസ് മോഡറേറ്റ് ID, ദാറ്റ് ഈസ് ട്രെയിനബിൾ. we need to provide training to the individuals. Then severe ആണെങ്കിൽ 20 to 35, that is dependent. അവർക്ക് എന്താണ് അസിസ്റ്റൻസ് വേണം പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് സോഷ്യൽ ആയാലും വൊക്കേഷൻ ഏത് കാര്യങ്ങൾ എഡ്യൂക്കേഷനിലായാലും ഇപ്പൊ എല്ലാ കാര്യത്തിലും അവർക്ക് എന്താണ് ഒരു അസിസ്റ്റന്റ് വേണം. They are dependent. Then profound means if the IQ is less than 20, they need life support. So this is the classification of mental retardation based on the IQ. Okay, IQ ന്റെ റേഞ്ച് വെച്ചിട്ട് നമ്മൾ MR ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ MR എന്ന് പറയാറില്ല, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയാറ്. ഓക്കെ, അപ്പൊ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. The next is the word meaning schizophrenia. Very simple. A, split mind, split thought, split personality and split emotions. So what is the word meaning schizophrenia? എന്താണ് word meaning schizophrenia? A, B, C, D. Comment your answers. A. Okay, A. Any other answers? A. Then, okay. So this is very simple. So A. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. Word schizophrenia was coined by a person, psychiatrist Eugen Bleuler. Then in 1908. Then this word is derived from a Greek word. Schizo means split, friend means mind. That is split of mind. മറന്നു പോവരുത്. Schizophrenia means what? Split mind. And which theory well explained about defense mechanism? നമ്മളെ സൈക്കോളജി ആയാലും സൈക്കാട്രി ആയാലും അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോർഷൻ ആണ് ഡിഫൻസ് മെക്കാനിസം. സോ വാട്ട് ഈസ് ദാറ്റ്? Psychosexual theory, psychoanalytic theory, psychosocial theory, cognitive development theory. So which theory explained well about defense mechanism? ഏതാണ്? Psychosexual, psychoanalytic, psychosocial, cognitive development theory. Comment your answers. Yay, psychosexual theory. Then any other answers? A, B. A. Any other answers? So the answer is psychoanalytic theory. So this B. Okay, the psychoanalytic theory is well explained about the defense mechanism. Okay, so the first definitive book on defense mechanism, The Ego and the Mechanisms of Defense in 1936 was written by whom? ആരാണ് ഈ ബുക്ക് ഈഗോ ആൻഡ് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ദ ഈഗോ മെക്കാനിസം ഓഫ് ഡിഫൻസ്. സോ ഹു റോട്ട് ദാറ്റ് ബുക്ക്? Sigmund Freud, Anna Freud, Alfred Binet and Isaac Ray. So who wrote that book? പെട്ടെന്ന് Sigmund Freud, Anna Freud, Alfred, Isaac Ray. ആരാണ് ആ ബുക്ക് എഴുതിയത്? Comment your answers. ഇപ്പൊ നിങ്ങൾക്ക് തീരെ അറിയില്ല, ഇഫ് യു ഡോണ്ട് നോ ദ ആൻസേഴ്സ്, തീരെ നിങ്ങൾക്ക് ഒരു ആൻസർ എങ്ങനെയും അത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക്. നിങ്ങൾ കേൾക്കുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് മനസ്സിലാക്കുക ഇതാണ് ഇതിന്റെ ഉത്തരമെന്ന്. വെറുതെ നിങ്ങൾ എന്താണ് പാസീവായിട്ട് ABC എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു ചാൻസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓപ്ഷൻ A, B, C, D. ഓക്കെ, ഡൈവേഴ്സ് ഓഫ് ആൻസേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. സോ ദ ഓപ്ഷൻ ഈസ് B, അന്ന ഫ്രൂഡ്. ഷി റോട്ട് ദ ബുക്ക്. ആരാണ്? ഇവിടെ സിഗ്മണ്ട് ഫ്രൂഡിന്റെ മകളാണ്. അപ്പം അവരാണ് എന്ത് ഈഗോ മെക്കാനിസംസ് ഡിഫൻസ് എന്ന ബുക്ക് എഴുതിയത്. സിഗ്മണ്ട് ഫ്രൂഡ് ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ് നമുക്കറിയാം.
ആൽഫ്രഡ് ബിന്നറ്റ് ഡിസൈൻ ദ ഫസ്റ്റ് ഫോർമൽ സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്, IQ സ്കെയിൽ ഡെവലപ്പ് ചെയ്തതാണ് ആൽഫ്രഡ് ബിന്നറ്റ് എന്ന് പറയുന്നത്. ഐസക് റേ ഇസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ ഫോറൻസിക് സൈക്യാട്രി, അമേരിക്കൻ ഫോറൻസിക് സൈക്യാട്രിയുടെ ഫാദർ ആണ് ഐസക് റേ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അന്ന ഫ്രൂഡ് ഇസ് ഡോട്ടർ ഓഫ് സിഗ്മണ്ട് ഫ്രൂഡ്, ശരിയാണ്. ഓക്കെ, then next question is best non-defense mechanisms used often to describe situation in which people seem unable to face reality or admit an obvious truth. ശ്രദ്ധിക്കുക question. Okay, so what is that? As a defense mechanism, what is happening in this defense mechanism? The people seem unable to face reality or admit an obvious truth. So a regression, denial, displacement, projection. ഇതിൽ ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്? ഏത് ഡിഫൻസ് മെക്കാനിസം ആണ്? കമന്റ് യുവർ ആൻസേഴ്സ്. കമന്റ് യുവർ ആൻസേഴ്സ്. സി. ഓക്കെ, സി. Any other answers? B, C. Read the question, then put your answers. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലോ 2-3 പ്രാവശ്യം വായിച്ചു നോക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. എപ്പോഴും നിങ്ങൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 2-3 പ്രാവശ്യം വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. എപ്പോഴും നിങ്ങൾ റൈറ്റ് ആൻസേഴ്സ് ചോയ്സ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ബാക്കി 3 ഓപ്ഷൻസും ഇതിന് സ്യൂട്ട് ആവുന്നില്ല, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ആൻസറിൽ കുറച്ചും കൂടി കോൺക്രീറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ്? ബി, 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 സി. ഓക്കെ, നമുക്ക് നോക്കാം. സോ ദ ആൻസർ ഈസ് ഡിനയൽ. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫ്യൂസ് ചെയ്യുക അല്ലെ? പെട്ടെന്ന് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കത് റെഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിയാലിറ്റി അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ വരുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ ഡിനയൽ എന്ന് പറയുക. അപ്പൊ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആർ സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ദാറ്റ് ആർ അൺകോൺഷ്യസ്ലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് a person from anxiety arising from unacceptable thoughts or feelings. അപ്പൊ നമ്മൾ മനുഷ്യന്മാരാണല്ലേ, അപ്പൊ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് എന്ത് വരാം? സ്ട്രെസ് വരാം, ആങ്സൈറ്റി വരാം. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ വന്നാല് ഇപ്പൊ നോർമലി നമ്മുടെ ബോഡിയിൽ തന്നെ അതിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു മെക്കാനിസം ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതില് നമ്മുടെ ഒരുപാട് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സമയപരിമിതി മൂലം നമ്മുടെ ഓപ്ഷനിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. Okay, so regression means what? Returning to an earlier development stage to express an impulse to deal with anxiety. അപ്പൊ നമ്മള് പ്രീ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ ഏർലിയർ ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് പോകും. വി ആർ ബാക്ക് ടു അല്ലെങ്കിൽ റിട്ടേണിംഗ് ടു ഗോയിങ് ബാക്ക് ടു ഏർലിയർ ഡെവലപ്മെന്റൽ സ്റ്റേജ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കോളേജിൽ ഒരു കുട്ടി ചേർന്നു, പഠിക്കാൻ ചേർന്നു. ഇപ്പൊ ഒരു കോളേജിൽ ചേർന്നപ്പോൾ അവിടെ ഭയങ്കര സ്ട്രെസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ആ കുട്ടി തംസക്കിങ് എന്താണ്? ഒരു ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം, ആ സ്ട്രെസ് ഭയങ്കരമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ തംസക്കിങ് ചെയ്യും, അല്ല അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഈസ് റിട്ടേണിംഗ് ടു ദ ഏർലി ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേജസ്. സോ ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് പ്രൊജക്ടിങ്. ഈ ഡിസ്പ്ലേസ്മെന്റ് പ്രൊജക്ടിങ് ഓപ്പൺ കൺഫ്യൂഷൻ വരുന്നതാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീലിംഗ് അബൌട്ട് വൺ പേഴ്സൺ ആർ ഡയറക്റ്റഡ് ടു അനദർ ഹു ഈസ് ലെസ് ത്രെറ്റനിങ്, സാറ്റിസ്ഫൈങ് ആൻ ഇമ്പൾസ് വിത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഒബ്ജക്റ്റ്. ഇപ്പൊ സിമ്പിൾ ഇവിടെ ഉണ്ടല്ലേ, ബോസ് ഷൗട്ട് അറ്റ് ജെയിൻ, ബാക്ക് ഹോം ജെയിൻ ഗെറ്റ്സ് ആംഗ്രി അറ്റ് ഹസ്ബൻഡ്. ഇപ്പൊ നമുക്ക് യൂഷ്വലി നമുക്ക് അല്ലെ, നമ്മളിപ്പോ ആരെങ്കിലും ഇപ്പൊ ഓഫീസിൽ അല്ലെ കോളേജിലൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമുക്കൊരു സ്ട്രെസ് വന്നു, നമ്മൾ വെറുതെ കുറെ ചീത്ത കേട്ടു. അപ്പൊ നമുക്ക് ആ ഒരു ഇമോഷൻസും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ ഉള്ളിലിരിക്കും. അപ്പൊ നമ്മള് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടും. ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടാം. പ്രധാനമായിട്ട് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആരോടാ? കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ അമ്മയോട്. പ്രൈം ആയിട്ട് വരുന്ന രണ്ട് ആൾക്കാർ അവരാണ് അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുക. ലെസ് ത്രെറ്റനിങ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യും. സോ ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ബട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ പ്രൊജക്ടിങ് അല്ലെങ്കിൽ പ്രൊജക്ഷനിൽ എന്താ വരുന്നത്? ട്രാൻസ്ഫറിംഗ് വൺസ് ഇന്റേണൽ ഫീലിംഗ്സ്, തോട്ട്സ് ആൻഡ് അൺഅക്സെപ്റ്റബിൾ ഐഡിയാസ് ആൻഡ് ട്രൈറ്റ്സ് ടു സംവൺ എൽസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എഴുതിയിരിക്കുന്നു നോക്ക്, ഹൗ ഹാൻസം യു ലുക്ക് ടുഡേ, വി ഷുഡ് ഗോ ഓൺ എ ഡേറ്റ്, യു ആൻഡ് മീ സംടൈംസ്, സോ ലേറ്റ് അഗെയിൻ, ആർ യു ചീറ്റിംഗ് ഓൺ മീ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ ഒരു
രണ്ടുപേരും മാരീഡ് ആയിട്ടുള്ളവര് കപ്പിൾസ്. അതിൽ ഒരു വുമണ് വേറൊരാളോട്, അതിലെ പെൺകുട്ടിക്ക് വേറൊരാളുടെ ഒരു അഫെയർ തോന്നി. അപ്പൊ പക്ഷെ അവൾ ആ അഫെയർ തോന്നി, പക്ഷെ അവൾ എന്ത് ചെയ്യും? വീട്ടിൽ വന്നിട്ട്, ഓഫീസിൽ ഒരാളുടെ അഫെയർ തോന്നി, പക്ഷെ വീട്ടിൽ വന്നിട്ട് ഭർത്താവിനോട് എന്ത് പറയും? നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു, നിങ്ങൾക്ക് വേറൊരാളായിട്ട് അഫെയർ ഉണ്ട്. അതെന്ത് ചെയ്യുക? അവരുടെ ഉള്ള ഇന്റേണൽ ഫീലിങ്സും തോട്ടും ഒക്കെ എന്ത് ചെയ്യും? വേറൊരാളിലേക്ക് ട്രാൻസ്ഫറിങ് ചെയ്യും. സോ ദാറ്റ് ഈസ് പ്രൊജക്ടിങ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ഇനിയും ഒരിക്കലും മാറിപ്പോവരുത്. ക്ലിയർ ആണോ? The next is 41st question. A disorder that is characterized by asexual fixation, fantasies, or behaviors towards an inanimate object is called fetishism, voyeurism, sexual sadism, sexual masochism. What is that? A disorder that is characterized by sexual fixation, fantasies, behaviors towards an inanimate object. Fetishism, voyeurism, sexual sadism, sexual masochism. Comment your answers properly. നമ്മുടെ previous examന് ചോദിച്ചൊരു question ആണ്. Properly question നോക്കുക, വായിക്കുക, then comment your answers. Comment your answers. Option D. Okay, D, A. Any other answers? D, A. Okay, ഇവിടെ എന്താണ് പറയുന്നത്? The answer is fetishism. What is that? Sexual fixation or fantasies or behaviors towards inanimate object. For inanimate object വഴി sexual arousal അല്ലെ sexual pleasure കിട്ടുകയാണെങ്കിൽ that is fetishism. So all these comes under paraphilias. നമ്മുടെ സെക്ഷൽ ഡിസോർഡറിന്റെ ക്ലാസിഫിക്കേഷനിലുണ്ട് സെക്ഷൽ ഡിസയർ ഡിസോർഡേഴ്സ്, ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, സെക്ഷൽ ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ പ്രിഫറൻസ്, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് പാരാഫീലിയസ്, വൺ അമംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്ഷൽ ഡിസോർഡർ. ഏതാണ് പാരാഫീലിയസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ പ്രിഫറൻസ് എന്ന് പറയും. ഇപ്പൊ പാരാഫീലിയസ് അല്ലെങ്കിൽ സെക്ഷൽ ഡീവിയേഷൻസ് ഓർ സെക്ഷൽ പെർവേഷൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സെക്ഷൽ ഡീവിയേഷൻസ് സെക്ഷൽ പെർവേഷൻസ് എന്നൊക്കെ പറയാം. These are disorders of sexual preference in which sexual arousal occurs persistently and significantly in response to object which are not a part of normal sexual arousal. അതായത് പാരാഫീലിയാസിൽ എന്താ വരുന്നത്? സെക്ഷൽ അറോസൽ നോർമൽ സെക്ഷൽ അറോസൽ അല്ലാതെ, നോർമൽ പാർട്ട് ഓഫ് സെക്ഷൽ അറോസൽ അല്ലാതെ അബ്നോർമൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ പല മാർഗത്തിലൂടെയും സെക്ഷൽ അറോസൽ വരികയാണെങ്കിൽ ദാറ്റ് ഓൾ കംസ് അണ്ടർ പാരാഫീലിയാസ്. നോൺ അല്ലെ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്, അവരുടെ അണ്ടർ വിയറിങ്സ് അല്ലെങ്കിൽ മറ്റ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് കണ്ട് സെക്ഷൽ അറോസൽ, സെക്ഷൽ പ്ലഷർ കിട്ടുക, സഫറിങ് ഓർ ഹ്യൂമിലിയേഷൻ ഓഫ് സെൽഫ് ഓർ സെക്ഷൽ പാർട്ട്ണർ, എന്തായിട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ സെക്ഷൽ പാർട്ട്ണറെ ഉപദ്രവിക്കുക, ദെൻ ചിൽഡ്രൻ ഓർ നോൺ കൺസെന്റിങ് പേഴ്സണെ ബൈ അവരിൽ അങ്ങനെ ഒരു പിന്നെ സെക്ഷൽ അറോസൽ കിട്ടുക. അപ്പൊ അതിൽ വരുന്നത് പ്രധാനമായിട്ടും പാരാഫീലിയാസിൽ വരുന്ന ഡിസോർഡേഴ്സ് എക്സിബിഷനിസം. എന്താണ് DSM-4 പ്രകാരം നമ്മൾ ഇപ്പോഴും എക്സിബിഷനിസം, വോയൂറിസം ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ്ലി DSM-5 പ്രകാരം അതിന് എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ, എല്ലാത്തിനും നമ്മൾ ഡിസോർഡർ ചേർത്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു അപ്ഡേഷൻ ആണ്. എക്സിബിഷനിസം എന്താണ്? എക്സ്പോസിംഗ് വൺസ് ജെനിറ്റൽ ടു ആൻ അൺസസ്പെക്ടിംഗ് പേഴ്സൺ ഓർ പെർഫോമിംഗ് സെക്ഷൽ ആക്ട് ദാറ്റ് ക്യാൻ ബി വാച്ച്ഡ് ബൈ അതേഴ്സ്. അപ്പം സെക്ഷൽ ഓർഗൻസ് അൺസസ്പെക്ടിംഗ് പേഴ്സൺസിൽ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ ആക്ടിവിറ്റി മറ്റുള്ളവർ കാണുക ചെയ്യുക, അതൊക്കെയാണ് എക്സിബിഷനിസത്തിൽ വരുന്നത്. ഫ്രോട്യൂറിസം, സോ എന്ന് പറഞ്ഞാൽ ടച്ചിങ് ഓർ റബ്ബിംഗ് അഗെയിൻസ്റ്റ് നോൺ കൺസെന്റിംഗ് പേഴ്സൺ. അപ്പൊ നമ്മൾ യൂഷ്വലി ബസ്സിലൊക്കെ പോകുമ്പോൾ കേൾക്കാറില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? ഇറ്റ്സ് സെക്ഷൽ അബ്നോർമാലിറ്റീസ് ആണ്, പാരാഫീലിയസിലാണ് അല്ലെ. അബ്നോർമൽ കൺസെന്റ് ഇല്ലാത്ത ആൾക്കാരെ റബ്ബ് ചെയ്യുക, ടച്ച് ചെയ്യുക, അതൊക്കെ എന്താണ്? ഫ്രോട്യൂറിസത്തിൽ വരും. Voyeurism means urge to observe an unsuspecting person who is naked, undressing, engaging in sexual activities or inactivities deemed to be a private nature. അതായത് മറ്റുള്ളവരെ ഡ്രസ്സ് മാറുന്നത് അല്ലെങ്കിൽ നേക്കഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ the persons are engaging in sexual activity. അപ്പൊ അതൊക്കെയാണ് എന്ത് പറയുന്നത്? 1 minute. Okay, then fetishism means use an inanimate object to gain sexual excitement. ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്, അവരുടെ ഡ്രസ്സ്, അണ്ടർ ഗാർമെന്റ്സ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്ത് അതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, ദെൻ പീഡോഫീലിയ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ആക്ട് വിത്ത് എന്താണ്? ചിൽഡ്രൻ. ഓക്കെ,
Then sexual masochism. That is sexual masochism എന്ന് പറഞ്ഞാൽ wanting to be humiliated or beaten, bound, otherwise made suffer for sexual pleasure. Okay. അതായത് സെക്ഷൽ മെസോക്കിസം എന്ന് പറഞ്ഞാൽ സെൽഫ് ആയിട്ട് ഹ്യൂമിലേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുക. സെക്ഷൽ സാഡിസം ദ ഓപ്പോസിറ്റ് ഓഫ് സെക്ഷൽ മെസോക്കിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്ണറിനെ ഹ്യൂമിലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെക്ഷൽ പ്ലഷർ കിട്ടും. ട്രാൻസ്വെസ്റ്റിക് ഫെസ്റ്റിഷിസം എന്ന് പറഞ്ഞാൽ അതായത് ഓപ്പോസിറ്റ് സെക്സിന്റെ ഡ്രസ്സ് വിയർ ചെയ്യുമ്പോൾ അതുവഴി അവർക്ക് ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, സോ ദീസ് ആർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. അപ്പൊ അതില് വേറെ കുറെ പാരാഫീലിയാസ് പറയുന്നുണ്ട്. സൂഫീലിയ, മൃഗങ്ങളോടുള്ളത്, അല്ലെങ്കിൽ നെക്രോഫീലിയ, ഡെഡ് ബോഡിയോടുള്ളത്. അങ്ങനെ കുറെ പാരാഫീലിയാസ് അതിൽ വരുന്നുണ്ട്. സോ ദീസ് ഓൾ ഇൻക്ലൂഡഡ് ഇൻ പാരാഫീലിയാസ്. ക്ലിയർ ആണോ പാരാഫീലിയാസ്? അപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് ടൈം കൺസ്ട്രെയിൻ മൂലം നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് ഇനി ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ മിഷൻ 22 ക്ലാസ്സിൽ ഒരു എല്ലാത്തിന്റെയും ക്ലാസ്സസ് ഇനി ഡീറ്റെയിൽ ആയിട്ട് സൈക്കാട്രി അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സസും MCQs ഡിസ്കഷനും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് നഴ്സിംഗ് ലൈവ്. അതിന്റെ ഡീറ്റെയിൽസിന് വേണമെങ്കിൽ നേരത്തെ തന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ shall we wind up? ഓക്കെ, സോ ബാക്കി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. Okay, thank you.